ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം, അധ്യായം 18. പുലർച്ചെ 4 മണി. ചന്ദ്രപ്പൻ കിടാവ് വാച്ച് നോക്കിക്കൊണ്ട് അസ്വസ്ഥനായി. ലാസറിൻ്റെ യാതൊരു സിഗ്നലും ഇതുവരെ കിട്ടിയില്ല. കൽമണ്ഡപത്തിനുള്ളിലൂടെ കിടാവ് അസ്വസ്ഥനായി നടന്നു. ഇടയ്ക്ക് ഏതെങ്കിലും കല്ലിൽ ഇരിക്കും. വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇരുണ്ട തുരങ്കത്തിൻ്റെ വക്കിൽ ചെന്ന് താഴേക്ക് നോക്കും. താഴെ എവിടെയെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു മിന്നാമിന്നിയെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇരുൾ കൊണ്ടുണ്ടാക്കിയ ഒരു തൂണാണ് താഴേക്ക് പോയിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. അവ്യക്തമായ ഒരു ഭീതി ചന്ദ്രപ്പൻ കിടാവിനെ വലയം ചെയ്തു തുടങ്ങി. പണ്ടുകാലത്ത് സ്വർണമെടുക്കാനായി ആളുകൾ ഈ വഴി ഇറങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ഈ തുരങ്കം ഒരിടത്തും ചെന്നെത്തിയിട്ടില്ലെങ്കിൽ, പുതിയ ഖനിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, ഓക്സിജൻ പോലും കിട്ടാതെ ലാസർ. ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കരുതേ. കിടാവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വായു കിട്ടാതെ താനും പ്രാണനു വേണ്ടി പിടഞ്ഞു പോകുന്നതുപോലെ അയാൾക്ക് തോന്നി. അടുത്ത നിമിഷം കൽമണ്ഡപത്തിന് നേരെ ചീറി വരുന്ന 2 പ്രകാശഗോളങ്ങൾ കിടാവിൻ്റെ കണ്ണിലുടക്കി. അയാൾ ഒന്ന് ഞെട്ടി. ഞൊടിയിടയിൽ കിടാവ് ഒരു തൂണിന് പിന്നിലേക്ക് മാറി. ആരാവും അത്? മണ്ഡപത്തിന് കുറച്ചടുത്തു വന്ന് വാഹനം നിന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. അതിൽ നിന്ന് ചില ചലിക്കുന്ന നിഴലുകൾ ചാടിയിറങ്ങുന്നത് കിടാവ് അവ്യക്തമായി കണ്ടു. അയാളുടെ ഹൃദയതാളത്തിന് രൗദ്രവേഗം വന്നു. നിഴലുകൾ കൽമണ്ഡപത്തോട് അടുക്കുകയാണ്. കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ഒച്ച, ഒപ്പം വെളിച്ചത്തിൻ്റെ വെടിയുണ്ടകൾ പോലെ ടോർച്ചുകളുടെ വെളിച്ചം ചീറിയെത്തി. പാറകളിൽ തട്ടിച്ചിതറി അത് വലുതായി. എല്ലായിടത്തും നോക്ക്. DYSP ശേഷണ്ണയുടെ ശബ്ദം കിടാവ് തിരിച്ചറിഞ്ഞു. അപകടം. തിമ്മക്കയുടെയും കലിംഗറാവുവിൻ്റെയും രുദ്രേഷ് ഗൗഡയുടെയും ഒപ്പം നിൽക്കുന്ന ആളാണ് ശേഷണ്ണ. പോലീസുകാർ കൽമണ്ഡപത്തിനുള്ളിലെത്തി. അതിനുള്ളിൽ ഇളക്കി മാറ്റിയിട്ടിരിക്കുന്ന കൽ സ്ലാബ് അവർ ശ്രദ്ധിച്ചു. പിന്നെ തുരങ്കത്തിലൂടെ താഴേക്ക് വെളിച്ചം അടിച്ചു നോക്കി. സർ, ഇത് കണ്ടോ? ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. ശേഷണ്ണ അവിടേക്ക് കയറി വന്നു. കൽത്തൂണിൽ നിന്ന് കെട്ടിയിട്ടിരിക്കുന്ന കയർ വലിച്ചു പൊക്കാൻ അയാൾ നിർദ്ദേശം നൽകി. പോലീസുകാർ അത് ഉയർത്തി തുടങ്ങി. വേണ്ട, എന്തോ ചിന്തിച്ചിട്ട് ശേഷണ്ണ കൽപ്പിച്ചു. അതങ്ങ് അഴിച്ചുവിട്ടേര്. ഒരു പോലീസുകാരൻ കയർ അഴിച്ചുവിട്ടു. അത് താഴേക്ക് പോയി മറിഞ്ഞു. തൂണിനോട് ഒട്ടി നിൽക്കുകയാണ് ചന്ദ്രപ്പൻ കിടാവ്. അതിൻ്റെ നിഴൽ മാത്രമാണ് അയാളുടെ സുരക്ഷ. ഇരുവശത്തുകൂടിയും വെളിച്ചം പോകുന്നുണ്ട്. അപ്പോൾ ലാസർ അകത്തേക്ക് പോയിട്ടുണ്ട്. കഷ്ടം. ശേഷണ്ണ പുച്ഛിച്ചു. തൊഴിലാളി നേതാവിനും ഇതിനുള്ളിൽ തന്നെ അടങ്ങാനാണല്ലോ വിധി. റാവു സാബിൻ്റെ കണക്കുകൂട്ടൽ എത്ര ശരിയാ? കിടാവിൻ്റെ ചോര അത് കേട്ട് മരവിക്കാൻ തുടങ്ങി. ഏയ്, ആരാ അത്? പിന്നിൽ ചോദ്യം കേട്ട് കിടാവ് വിറച്ചുപോയി. ഞൊടിയിടയിൽ നീണ്ടുവന്ന ഒരു കരം അയാളെ വലിച്ച് ശേഷണ്ണയുടെ കാൽക്കലേക്ക് എറിഞ്ഞു. ആരാടാ നീ? തറയിലിട്ട് ഒരു ചവിട്ട് കൊടുത്തുകൊണ്ടായിരുന്നു ശേഷണ്ണയുടെ ചോദ്യം. ഞാൻ, ചന്ദ്രപ്പൻ കിടാവ്. അയാളുടെ ഒച്ച ചിലമ്പി. പോലീസുകാരൻ അയാളെ പിടിച്ചുയർത്തി ശേഷണ്ണയുടെ മുൻപിൽ നിർത്തി. ശേഷണ്ണ അയാളുടെ മുഖത്തേക്ക് ടോർച്ച് തെളിച്ചു. ലാസറിൻ്റെ കൂടെ വന്നതല്ലേടാ നീ? ശേഷണ്ണ കൈവീശി ഒറ്റയടി. കിടാവൊന്നു കുലുങ്ങി. ഒന്നും മിണ്ടാനായില്ല. എടാ, പറയാൻ. അതെ, എന്നെ തല്ലല്ലേ സാർ. കിടാവ് കൈകൂപ്പി. എന്നിട്ട് അവനെവിടെ? ശേഷണ്ണ ക്രൂരമായി ചിരിച്ചു. കിടാവ് തല കുനിച്ചു. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ അവൻ മിണ്ടില്ല സാറേ, CI ഗുണ്ടപ്പ പറഞ്ഞു. എങ്കിൽ നീ ചോദിക്ക. അടുത്ത സെക്കൻഡിൽ ഗുണ്ടപ്പ പിന്നിൽ നിന്ന് കിടാവിൻ്റെ പിടലിക്കൊന്നു കൊടുത്തു. അയാൾ ഒരു കൽപ്പാളിയിൽ മുഖമടച്ചു വീണു. പറഞ്ഞോടാ, ലാസർ എവിടെയുണ്ട്? കിടന്നുകൊണ്ട് കിടാവ് കുഴിക്ക് നേരെ കൈ ചൂണ്ടി. അയാളുടെ നട്ടലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൈ വലിച്ചുയർത്തി ഗുണ്ടപ്പ. പിന്നെ ചിരിച്ചു. കിടാവ് വേദനയാൽ പൊളഞ്ഞു. തുടർന്ന് അവരുടെ ചോദ്യത്തിനു മുന്നിൽ എല്ലാം പറഞ്ഞുപോയി. അത് ശരി. ശേഷണ്ണയുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഓളം വെട്ടി. ഗുണ്ടപ്പ, അയാൾ വിളിച്ചു. സർ, ഇവനും ലാസറും ഒന്നിച്ചല്ലേ വന്നത്? അതുകൊണ്ട് ലാസറിനെ ഒറ്റയ്ക്ക് വിട്ടാൽ പറ്റത്തില്ലല്ലോ. അവനൊരു കൂട്ടുവേണ്ടേ? വേണം സാർ. എങ്കിൽ ഇവനെ കൂടി ലാസർ പോയ വഴിക്കങ്ങ് വിട്ടേര്. ഒപ്പം ബൈക്കും കൊടുത്തു വിട്ടേക്കണം. അങ്ങ് ചെന്നിട്ട് 2 ആൾക്കും സുഖമായി സഞ്ചരിക്കണമെങ്കിലോ? കിടാവിൻ്റെ തലച്ചോറിലൂടെ ഒരു ഇലക്ട്രിക് ഷോക്ക് പാഞ്ഞു. വേണ്ട സാർ, എന്നെ കൊല്ലരുത്. അയാൾ വീണ്ടും കൈകൂപ്പി. എനിക്ക് ഭാര്യയും മക്കളുമുണ്ട് സാർ. ശേഷണ്ണ തലവെട്ടിച്ചു. അവരെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ഈ പെറപ്പുകേടിന് ഇറങ്ങുമായിരുന്നോ? എന്തായാലും ഞങ്ങളായിട്ട് നിന്നെ കൊല്ലത്തില്ല. പക്ഷേ നിന്റെ തലയോട്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന വിധിയുടെ സർട്ടിഫിക്കറ്റിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ചാകാൻ യോഗമില്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് വീണാലും ചാകത്തില്ല കിടാവേ. അയാൾ തിരിഞ്ഞു. ഗുണ്ടപ്പ. അതൊരു അടയാള വിളിയായിരുന്നു. ഗുണ്ടപ്പയും പോലീസുകാരും കിടാവിനെ തുരങ്കത്തിന് നേർക്ക് വലിച്ചിഴച്ചു. കൊല്ലാൻ പിടിച്ച മൃഗത്തെപ്പോലെ കിടാവ് കാലുകൾ കൊണ്ട് മണ്ണിലടിച്ചു പിടഞ്ഞു. അപ്പോൾ രാത്രിയിൽ യാത്ര പറയുന്നില്ല കിടാവേ. അവർ അയാളെ കുഴിയിലേക്ക് പകുതി ചായച്ചു. പിന്നെ കാലുകൾ ഉയർത്തിവിട്ടു.
ഒരലർച്ച താഴേക്ക് പോയി. മറ്റു പോലീസുകാർ അപ്പോഴേക്കും പഴയ രാജദൂത് ബൈക്കും തള്ളിക്കൊണ്ടുവന്നു. അതും കുത്തനെ കുഴിയിലേക്ക് മറിച്ചു. തുടർന്ന് കൽ സ്ലാബ് പഴയപടിയാക്കി. അതിനു മീതെ പഴയതുപോലെ കല്ലുകൾ മൂടി. പുലർച്ചെ 4:30 കൃഷ്ണഗിരി ടൗണിന് 7 കിലോമീറ്റർ മുന്നിൽ വെച്ച് നീണ്ട ബ്രിഡ്ജിലേക്ക് കയറാതെ ഹൈവേക്ക് സമാന്തരമായുള്ള ഇടതുവശത്തെ പോക്കറ്റ് റോഡിലേക്ക് സ്റ്റിയറിംഗ് വീൽ വെട്ടിത്തിരിച്ചു കാളിച്ചരൺ. നമ്മൾ ഈ വഴി എവിടേക്കാ? 540-ലിരുന്ന് വാസുകി തലചരിച്ച് അവനെ നോക്കി. പാലത്തിനടിയിലൂടെ കുപ്പത്തേക്ക് പോകാം. അവൻ ജീപ്പ് പാലത്തിനടിയിൽ മധ്യഭാഗത്തുകൂടി വാഹനം അപ്പുറത്തെ റോഡിലെത്തിച്ചു. പിന്നെ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് മറുവശത്തുകൂടി ഓടി. പിന്നെ തിരുപ്പതിക്ക് പോകുന്ന ഹൈവേയിലേക്ക് തിരിഞ്ഞു. തീ കണ്ണുകളുള്ള ഇരുണ്ട ചതുരച്ചെകുത്താന്മാരായി ധാരാളം ചരക്കു ലോറികൾ അപ്പോഴും 4 വരി പാതയിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഏകദേശം 5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഇടത്തേക്ക് കുപ്പം എന്നെഴുതിയ സൈൻ ബോർഡ് കണ്ടു. അതും ഒരു ബ്രിഡ്ജിനരികിലൂടെയായിരുന്നു. ജീപ്പ് അവിടേക്ക് പോയി. പിന്നിൽ മണിക്കുട്ടൻ അപ്പോഴും ഉറക്കത്തിലാണ്. വാസുകി പെട്ടെന്ന് ഓർത്തതുപോലെ തിരക്കി. KGF-ൽ എത്തിക്കഴിഞ്ഞാൽ എന്താ കാളി നിന്റെ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കുടുംബം, വിശ്വജാല, അവർക്കൊക്കെ എന്തോ അപകടമുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം അവരുടെ പ്രശ്നം തീർക്കുക, അത് കഴിഞ്ഞേ ഉള്ളൂ എന്തും. ഉറച്ച ശബ്ദം. വാസുകിക്ക് ഒരു കുസൃതി തോന്നി. ഞാൻ ആരാണെന്ന് അവരൊക്കെ ചോദിച്ചാൽ എന്തു പറയും? എന്തു പറയണം? കാളിച്ചരൺ റോഡിൽ നിന്ന് കണ്ണുകൾ പറിച്ചില്ല. ഏതായാലും കാമുകിയോ ഭാര്യയോ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കൺകോണിലൂടെ അവനെ നോക്കിക്കൊണ്ട് വാസുകി ചിരിച്ചു. ജീപ്പിനുള്ളിൽ വെളിച്ചമില്ലെങ്കിലും അവൻ്റെ മുഖഭാവം അവൾക്ക് വ്യക്തമായി കാണാം. എങ്കിൽ പിന്നെ വഴിയെ അലഞ്ഞു നടന്ന ഒരുത്തിയെ കൂടെ കൂട്ടിയതാണെന്ന് പറയാം. എന്താ? പോടാ. അവൾ അവന് ഒരടി കൊടുത്തു. അലഞ്ഞു നടക്കുന്നത് നീയും നിന്റെ കുടുംബക്കാരുമാ. ഇരുവരും പൊട്ടിച്ചിരിച്ചു. വാസുകി പൊടുന്നനെ പിറകോട്ട് കൈ കടത്തി തൻ്റെ ബാഗ് എടുത്തു. സിബ് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കാളി ചോദിച്ചു, എന്താടി പാമ്പേ, അതിനുള്ളിൽ വല്ല നിധിയോ മറ്റോ ആണോ? അതെ, അവൾ തലയാട്ടി. വിശന്ന് വലഞ്ഞു നടക്കുന്നവന് ഒരു പൊതിച്ചോറ് കിട്ടിയാൽ അതാ നിധി. ദാഹിക്കുന്നവന് വെള്ളം. കാളിയുടെ മുഖം വികസിച്ചു. നീ എന്താടി പക്വത വന്നവളെപ്പോലെ മൊഴിയുന്നത്? പക്വത എൻ്റെ ജന്മവാസനയാണെന്ന് കരുതിക്കോടാ. അല്ലാതെ സംസർഗ ഗുണം കൊണ്ട് കിട്ടിയതല്ല. സംസർഗ ഗുണ ദോഷ എന്നാണല്ലോ. നിന്നോടുള്ള സംസർഗം കൊണ്ടാണെങ്കിൽ ഞാനിപ്പോൾ വല്ല കഴുമരത്തിൻ്റെ ചുവട്ടിലുമായേനെ. പറഞ്ഞുകൊണ്ട് അവൾ 500-ൻ്റെ 10 നോട്ടുകെട്ടുകൾ എടുത്തു. ഇത് 5 ലക്ഷമുണ്ട്. എന്തിനാ? കാളിച്ചരണിൻ്റെ കണ്ണുകൾ കുറുകി. അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിൻ്റെ പ്രൈസ് മണിയും വാങ്ങി മുഴുത്ത ചേട്ടൻ വരുമെന്ന് ആശമോളെങ്കിലും കുതിച്ചിട്ടുണ്ടെങ്കിലോടാ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്കല്ലേ അറിയൂ. വേണ്ട വാസുകി, ഇത് ശരിയാകത്തില്ല. കാളി കൈ ഉയർത്തി. ശരിയാകണം. വാസുകിയുടെ ശബ്ദത്തിൽ പൊടുന്നനെ ഗൗരവം വന്നു. ഏതോ ഒരു ഭദ്രനോ രുദ്രേഷോ ആരുടെയോ കയ്യിൽ നിന്നല്ലേ നിന്റെ അച്ഛൻ പണം കടം വാങ്ങിയത്? ആശമോടെ ഓപ്പറേഷന് ഈ തുക അങ്ങോട്ട് കൊടുക്ക. ബാക്കി പലിശയൊക്കെ പിന്നെ കൊടുക്കാമെന്ന് പറയടാ. നമുക്ക് കൊടുക്കാമെന്നേ. കാളിചരൺ ചിന്തിച്ചിരുന്നു. വാസുകി അവനെ തോണ്ടി. എന്താടാ, എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നത് നിനക്ക് കുറച്ചിലാണോ? അല്ല വാസുകി, അതൊന്നുമല്ല. അവൻ്റെ ശബ്ദം പതറി. എടാ, ഇത് നിനക്ക് കടമായിട്ട് തരുന്നതാ. പലിശയില്ലാതെ കൃത്യമായി ഞാൻ മടക്കി വാങ്ങിച്ചോളാം. കാളി മിണ്ടിയില്ല. അവൾ ജീപ്പിൻ്റെ ഡാഷ്ബോർഡ് തുറന്ന് പണം അതിൽ വെച്ചു. അതെന്തിനാ നീ അവിടെ വെച്ചത്? അങ്ങ് ചെല്ലുമ്പോൾ തന്നാൽ പോരായിരുന്നോ? അവന് സംശയം. അതല്ല, അവിടെ വെച്ച് തന്നാൽ നീ വാങ്ങിയില്ലെങ്കിലോ? മാത്രമല്ല, മറ്റാരെങ്കിലും കണ്ടാൽ അതിൻ്റെ കുറച്ചിൽ നിനക്കല്ലേ? എന്തോ കാളിച്ചരണിന് വാസുകിയോട് വല്ലാത്തൊരു അലിവ് തോന്നി. ജീപ്പ് ചിന്നേപ്പള്ളി പിന്നിട്ട് നടുമൂർ ചെക്ക് പോസ്റ്റിലെത്തി. കാളി വേഗത കുറച്ചു. അവിടെ ചെറിയ കെട്ടിടത്തിന് മുന്നിൽ നിന്ന പോലീസുകാരൻ വെറുതെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. കാളി മുന്നോട്ട് ജീപ്പ് വിട്ടു. കുപ്പം 15 കിലോമീറ്റർ എന്ന് സൈൻ ബോർഡ് കണ്ടപ്പോൾ കാളിചരൺ പറഞ്ഞു. കുപ്പം ചന്ദ്രബാബു നായിഡുവിൻ്റെ മണ്ഡലമായിരുന്നു. ഇപ്പോഴല്ലേ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ തനിക്കെന്തറിയാം? ഈ വളയം പിടിക്കാനല്ലാതെ ഒന്നും അറിയില്ല. പക്ഷെ ചിലത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. റോഡിനരികിലുള്ള വലിയ മരങ്ങളിൽ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. വാഹനത്തിരക്ക് തീരെയില്ല. എന്നാൽ ഒരുപാട് വളവുകളും തിരിവുകളും. എന്താ നിനക്കറിയേണ്ടത്? വാസുകി സീറ്റ് ബെൽറ്റ് ഒന്ന് ഇളക്കിയിട്ടു. പെട്ടെന്ന് കാളി ബ്രേക്ക് അമർത്തി. റോഡിന് നടുവിൽ തന്നെ ജീപ്പ് നിന്നു. കാളി പിന്നെ വാസുകിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആരാ നീ? നിന്റെ യഥാർത്ഥ സ്ഥലം ഏതാണ്? വാസുകിയുടെ മുഖത്ത് ഒറ്റ നിമിഷത്തിൽ വിവിധ ഭാവങ്ങൾ മിന്നി. അടുത്ത നിമിഷം അവൾ പൊട്ടിച്ചിരിച്ചു. ഇതാണോ നിനക്കറിയേണ്ടത്? മോനെ കാളി, നീ കേട്ടിട്ടില്ലേ വീണിടം വിഷ്ണു ലോകമെന്ന്? ഞാനും അങ്ങനെയാ.
കുറേ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഞാൻ കേരളക്കാരിയായിരുന്നു, കുട്ടിക്കാനംകാരി, പിന്നെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലക്കാരിയായി, ഇപ്പോൾ ആന്ധ്രയുടെ വാല് പോലെ നീണ്ടുകിടക്കുന്ന കുപ്പംകാരി, കുറച്ചു കഴിയുമ്പോൾ കർണാടകക്കാരിയാകും. വാസുകിയിൽ നിന്ന് ഒന്നും കിട്ടില്ലെന്ന് കാളിക്ക് ഉറപ്പായി. എത്രയോ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. റോഡിന്റെ നടുക്കിങ്ങനെ ചവിട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ നീ വണ്ടി വിടടാ. ദീർഘനിശ്വാസത്തോടെ കാളി ഗിയർ ചേഞ്ച് ചെയ്തു. തണുത്ത കാറ്റ് വീശിയടിച്ചു. അവളുടെ മുടിയിഴകൾ പറന്നു ചെന്ന് അവന്റെ മുഖത്തുപറ്റി. വാസുകി മുടി മാടിയൊതുക്കി. കുപ്പം PES മെഡിക്കൽ കോളേജ് കഴിഞ്ഞു. 7-ാം മൈലിൽ നിന്ന് ഇടത്തേക്ക്. ഇനി 30 കിലോമീറ്റർ. കാളി പിറുപിറുത്തു. കുറച്ചുകൂടി പോയപ്പോൾ എതിരെയുള്ള കുന്നിൽ കുറ്റിക്കാടുകൾക്കിടയിൽ ആന വലിപ്പത്തിൽ വെള്ളപ്പാറകളുടെ തിളക്കം കണ്ടു. അങ്ങിങ്ങ് മാത്രം ചില വീടുകൾ, തെങ്ങുകൾ. അത് കഴിഞ്ഞപ്പോൾ വനപ്രദേശം. പക്ഷേ കൂറ്റൻ മരങ്ങളില്ല. കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുതിരിവുകളും ഏറെയുണ്ട്. അവർ ഒരു കയറ്റം കയറി. റോഡിന് അപ്പുറം എന്തെന്ന് അവിടെ എത്തിയപ്പോഴേ കാണാനായുള്ളൂ. അടുത്തത് ഇറക്കവും കൊടുംവളവും. കാളിച്ചരൺ മിന്നൽ വേഗത്തിൽ ബ്രേക്ക് ആഞ്ഞമർത്തി. മണിക്കുട്ടൻ മുന്നോട്ടാഞ്ഞ് സീറ്റിന് പിന്നിൽ വന്നിടിച്ചു. അയ്യോ! അറിയാതൊരു നിലവിളി അവനിൽ നിന്നുണ്ടായി. ചീറ്റയും ചാടി എഴുന്നേറ്റു. വാസുകിയും കാളിയും മുഖാമുഖം നോക്കി. മുന്നിൽ റോഡിൽ കുറുകെ തിരിഞ്ഞ് കൽത്തിട്ടയിൽ ഇടിച്ചു കിടക്കുന്ന ഒരു പോലീസ് ജീപ്പ്. അതിനു മുന്നിൽ ഒരു ടവേരയും കിടപ്പുണ്ട്. അടുത്ത സെക്കൻഡിൽ ജീപ്പിനപ്പുറത്തെ ഇരുളിൽ നിന്ന് ഒരു കാക്കിധാരി റോഡിലേക്ക് തെറിച്ചു വീണു. ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്ന 4-5 പേർ അയാൾക്ക് പിന്നാലെ. തറയിൽ കൈകുത്തി എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഗുണ്ടകളിൽ ഒരാളുടെ കയ്യിൽ 2.5 അടി നീളം വരുന്ന ഒരു കനത്ത സ്റ്റീൽ ദണ്ട്. അയാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അലറി. സാത്താന്റെ സന്തതി, ഇനിയൊരിക്കലും ഈ മണ്ണിലേക്ക് കെട്ടിയെടുക്കരുതെന്ന് പറഞ്ഞതല്ലേടാ. അയാൾ സ്റ്റീൽ ദണ്ട് ഉയർത്തി. മറ്റുള്ളവർ ചുറ്റും വളഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥൻ കൈ ഉയർത്തി എന്തോ പറയുന്നുണ്ട്. ഗുണ്ടകൾ അയാളുടെ കാൽ തട്ടിക്കളയാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് 2 പേർ അയാളുടെ കൈകൾ ഇരുവശത്തേക്കും വിടർത്തി ടാർ റോഡിലേക്ക് അമർത്തി ചവിട്ടിപ്പിടിച്ചു. അയാളുടെ തലയടിച്ച് പൊട്ടിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് കാളിക്ക് ഉറപ്പായി. തങ്ങളുടെ വാഹനം വന്നിട്ട് അവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. കാളിച്ചരൺ പെട്ടെന്ന് ജീപ്പിന്റെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടു. വാസുകി, നീ വണ്ടി നോക്കിക്കൊടി. ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെ കാളി കുതിച്ചിറങ്ങി. വാസുകിക്ക് ഹൃദയതാളം മുറുകി. മണിക്കുട്ട, നീയും കൂടി ചെല്ല്. അവൾ തിടുക്കപ്പെട്ടു. കാളിക്ക് പിന്നാലെ മണിക്കുട്ടനും പാഞ്ഞിറങ്ങി. പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ ചവിട്ടിയിരുന്ന ഗുണ്ട ക്രൂരമായി പല്ലമർത്തി. കോളാറിൽ 2 SP-മാരുണ്ട്. അവരിൽ ഒരാളെ മാറ്റിയിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ നിന്റെ ഉന്നം ഞങ്ങളാണെന്ന് ചിന്തിക്കാൻ IPS പാസ്സാവേണ്ട കാര്യമൊന്നുമില്ലടാ. പണ്ട് നിന്നെ പാമ്പിന്റെ നടുപൊടിക്കുന്നത് പോലെ തല്ലിച്ചതച്ചു വിട്ടതല്ലേ ഞങ്ങള്. ഇനി ഈ മണ്ണിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞതല്ലേ. പക്ഷേ നീ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷയാ ഇപ്പോൾ തരാൻ പോകുന്നത്. കൈ ചവിട്ടിപ്പിടിച്ചു നിന്നവരിൽ ഒരാളാണ് പിന്നെ അലറിയത്. ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞങ്ങൾ ഒരുക്കമല്ലടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ സെറ്റപ്പൊക്കെ മാറി. വിദൂര ഭാവിയിൽ പോലും ഒരു ശത്രു സാന്നിധ്യം ഉണ്ടാവാത്ത രീതിയില്ല ഇപ്പോഴത്തെ പ്രവർത്തനം. അതുകൊണ്ട് മോനെ യാദവേ, ചത്തുമലച്ചു കിടക്കുന്ന നിന്റെ അടുത്ത് നാമം ജപിക്കാൻ പോലും ഒരു പട്ടിയും ഉണ്ടായിക്കൂടാ. സ്റ്റീൽ ദണ്ട് മിന്നൽ പിണറിന്റെ വേഗത്തിൽ അയാളുടെ തലയ്ക്ക് നേരെ വന്നു. പോലീസ് ഓഫീസർ കണ്ണുകൾ ഇറുക്കിയടച്ചു. പക്ഷേ അത് താഴെ എത്തിയില്ല. ഓഫീസർ കണ്ണു തുറന്നു. അടിച്ചവനും മിഴി ചിമ്മി അവിശ്വസനീയതയോടെ നോക്കി. 2 പേരിലും അമ്പരപ്പ് പടർന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ശിരസിന് മുകളിൽ വെച്ച് അത് തടയപ്പെട്ടിരിക്കുന്നു. ഗുണ്ടയുടെ കണ്ണുകൾ കൂർത്തു. അയാൾ ദണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ബലിഷ്ഠമായ കരത്തിലേക്കും ആ മുഖത്തിലേക്കും മാറി മാറി നോക്കി. അതിനിടെ ദണ്ടിൽ ഒരു ബലപരീക്ഷണവും നടന്നു. വിടടാ, ഗുണ്ട അലറി. മറ്റുള്ളവർ മുന്നോട്ടാഞ്ഞു നിന്നു. എന്താ ആശാനെ ഇത്? 5-6 പേർ ചേർന്നാണോ ഒരാളെ തല്ലുന്നത്? അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ? തല്ലുന്നെങ്കിൽ ഒറ്റയ്ക്ക് തല്ലണം. അതാ ആണത്തം. കാളിചരൺ പറഞ്ഞു. ആരാട നീ? ഗുണ്ട ഗർജിച്ചു. പൊന്മകളെ, പേര് ചൊല്ലാമോ? കാളി ഈണത്തിൽ പാടി. അയാളുടെ കണ്ണുകൾ കത്തി. കൈയെടുക്കടാ. എടുക്കാം. പക്ഷേ ഈ മനുഷ്യനെ കൊല്ലുന്നതെന്തിനാണെന്ന് പറഞ്ഞു തരണം. ന്യായമാണെങ്കിൽ ഞാൻ മാറും. കാളിക്ക് പിന്നിൽ കരുതലോടെ നിൽക്കുകയാണ് മണിക്കുട്ടൻ. ഗുണ്ട തന്റെ കൂട്ടുകാർക്ക് കണ്ണുകൊണ്ട് ഒരടയാളം കൊടുക്കുന്നത് കാളി കണ്ടു. ആ ക്ഷണം അവൻ ദണ്ട് മുകളിലേക്ക് തള്ളി. അത് പിടിച്ചിരുന്നവനും ഒന്നിച്ച് പിന്നോട്ട് മലച്ചു. ആ ക്ഷണം കാളി കൈകളിൽ ചവിട്ടി നിന്നിരുന്നവരെ ആക്രമിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചുയർത്തി. മറ്റുള്ളവർ ചാടി വീണു. അവരെ മണിക്കുട്ടൻ നേരിട്ടു. ഗുണ്ടത്തലവൻ സ്റ്റീൽ ദണ്ട് കാളിക്ക് നേരെ ആഞ്ഞുവീശി. ശരവേഗത്തിൽ കാളി താഴേക്ക് കുനിഞ്ഞു. അവന്റെ പുറത്തുകൂടി ദണ്ട് വീശിപ്പോയി. കാളി നിവർന്നു. ദണ്ടിൽ പിടിമുറുക്കിയിട്ട് ഗുണ്ടയുടെ ഇടതു കക്ഷത്തിന് താഴെ
വാരിയെല്ലുകൾ ചേർത്ത് 4-5 ആ ക്ഷണം ഒരു വെടിവെച്ച. സകലരും ഞെട്ടിത്തിരിഞ്ഞു. ആകാശത്തേക്ക് നിറയൊഴിച്ചിട്ട് ഗുണ്ടകൾക്ക് നേരെ പിസ്റ്റൾ ചൂണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. പിസ്റ്റളിന്റെ ലോഹക്കുഴലിൽ നിന്ന് പുകയുയരുന്നത് ജീപ്പിന്റെ വെളിച്ചത്തിൽ കാളി കണ്ടു. എസ്കേപ്പ് പറഞ്ഞതും കാളിയുടെ കൈ തട്ടി നേതാവ് ഓടി. പിന്നാലെ മറ്റുള്ളവരും. ക്ഷണനേരത്തിൽ അവർ ടവേരയിൽ കയറി. അത് KGF റോഡിലൂടെ പാഞ്ഞുപോയി. ആഹാ, ഈ പൊട്ടാസ് പെട്ടി കയ്യിൽ വെച്ചോണ്ടാണോ സാറി തല്ലെല്ലാം കൊണ്ടത്? കാളി അത്ഭുതം നടിച്ചു. ചതി പറ്റിയതാ, പോലീസ് ഉദ്യോഗസ്ഥൻ കിതച്ചു. വീട്ടിലേക്ക് പോകാൻ വണ്ടിയില്ലെന്ന് പറഞ്ഞ് ഭാഷാ ക്ലിനിക്കിനടുത്ത് നിന്ന് ഒരുത്തൻ കയറിയതാ കൂടെ. ശത്രുവായിരുന്നു. അറിയാൻ വൈകി. ഇവിടെ വന്നപ്പോൾ അവൻ സ്റ്റിയറിംഗിൽ പിടിച്ചു. അതാ വണ്ടിയിടിച്ചത്. അപ്പോഴേക്കും പിന്നാലെ വന്നവർ മുന്നിൽ കയറി. കാളി കൈ ഉയർത്തി. മതി സാറേ, കാര്യമൊക്കെ പിടികിട്ടി. സാറ് ആരാ? ഞാൻ യാദവ്, മഹിപാൽ യാദവ്, SP-യാ. കോളാറിൽ ചാർജ് എടുക്കാൻ വരുന്ന വഴിയാ. കാളി അയാളെ അടിമുടി നോക്കി. ഏറിയാൽ 35 വയസ്സ് വരും. ഒരു പോലീസ് ഓഫീസർക്ക് ഒത്തിണങ്ങുന്ന ആകാരം. സാറിന് നല്ല ബെസ്റ്റ് സ്വീകരണം. നിങ്ങൾ നേരത്തെ പരിചയക്കാരാ അല്ലേ? അതെ. യാദവ് IPSന്റെ ശബ്ദം മുറുകി. 3 വർഷം മുൻപ് ഞാനിവിടെ ASP ആയിരുന്നു. എൻ്റെ ആദ്യ പോസ്റ്റിംഗ്. അത് മനസ്സിലായി. കാളി തലയാട്ടി. അന്നത്തെ ചോരത്തെളുപ്പിന് സാറ് ആരാണ്ടെ കയറി ചൊറിഞ്ഞു. അവർ സാറിന് യാത്രയയപ്പും തന്നുവിട്ടു. ഇപ്പോൾ സാറ് തിരിച്ചു വന്നപ്പം സ്വീകരണവും. പക്ഷെ സാറേ, എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ സാറിന് സ്വസ്ഥത കിട്ടില്ലെന്ന്. അതെനിക്കും അറിയാം മിസ്റ്റർ. കാളിച്ചരൺ അവൻ പൂരിപ്പിച്ചു. യെസ് കാളി, പക്ഷെ ചാകുന്നെങ്കിൽ അതിനും ഒരുങ്ങിത്തന്നെ എൻ്റെ വരവും. അപ്പോൾ കൂടുതൽ പരിചയപ്പെടാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാളിച്ചരൺ തിരിഞ്ഞ് നടക്കാനാഞ്ഞു. എനിവേ താങ്ക്സ്. പിന്നിൽ നിന്ന് മഹിപാൽ യാദവ് പറഞ്ഞു. അവനൊന്ന് കൈ ഉയർത്തി. കാളി എന്തു ചെയ്യുന്നെന്ന് പറഞ്ഞില്ല. അവൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അറിയിച്ചു. ലാലേട്ടൻ സിനിമയിൽ പറയുന്നത് പോലെ സവാരി ഗിരിഗിരി. അങ്ങനെ പറഞ്ഞു നടക്കുന്നു. മണിക്കുട്ടൻ അപ്പോഴേക്കും ജീപ്പിനടുത്ത് എത്തിയിരുന്നു. കാളിച്ചരൺ 2 ചൂട് വെച്ചതേയുള്ളൂ. ആ ക്ഷണം മണിക്കുട്ടൻ്റെ വിലാപം പോലെയുള്ള ശബ്ദം കേട്ടു. കാളി. ആ വിളിയിൽ തന്നെ അവന് പന്തുകേട് മണത്തു. കാളി ജീപ്പിന് നേരെ ഓടി. പിന്നാലെ SP മഹിപാൽ യാദവും. അധ്യായം 19. തീക്കുണ്ടത്തിലൂടെ മുന്നോട്ടോടുന്ന അനുഭവമായിരുന്നു കാളിച്ചരണിന്. എന്താട മണിക്കുട്ട? അവൻ അലറിത്തിരക്കി. മണിക്കുട്ടന് പെട്ടെന്ന് മറുപടി പറയാനായില്ല. കാളിച്ചരണും SP മഹിപാൽ യാദവും ഏതാണ്ട് ഒരേ നേരത്താണ് ജീപ്പിനടുത്തെത്തിയത്. മഹാശൂന്യതയിൽ ദിക്കറിയാത്തവനെപ്പോലെയായിരുന്നു മണിക്കുട്ടൻ. എടാ, എന്താ ഉണ്ടായത്? കാളി അവൻ്റെ ഇരുചുമലിലും പിടിച്ചു കുലുക്കി. മണിക്കുട്ടൻ്റെ നാവിൽ വാക്കുകൾ മുറിഞ്ഞു. വാസുകി, അവളെ കാണുന്നില്ല. അവൻ ജീപ്പിലേക്ക് കൈ ചൂണ്ടി. ഈശ്വര, തലയോട് വെടിച്ചു കീറിയതുപോലെ കാളിച്ചരൺ കിടുങ്ങി. അവൻ ഉദ്വേഗത്തോടെ ജീപ്പിനുള്ളിൽ പരതി നോക്കി. ശൂന്യം. വാസുകിയില്ല. ചീറ്റയില്ല. വാസുകി, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ ജീപ്പിന് ചുറ്റും ഓടി. ആ ശബ്ദം ഇരുൾ തിങ്ങിയ നിശബ്ദതയിലെ മലയിടുക്കുകളിൽ പ്രതിധ്വനികൾ തീർത്തു. റോഡിൻ്റെ ഇരുതലക്കിലേക്കും ചുറ്റുമുള്ള കാടുകളിലേക്കും വിഹുലതയോടെ അവൻ്റെ കണ്ണുകൾ തെന്നിത്തെറിച്ച് നീങ്ങി. അപകടം. തങ്ങൾ SP-യെ രക്ഷപ്പെടുത്താൻ പോയ നേരത്ത് വാസുകിയും ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കും. പക്ഷേ സംശയത്തിൻ്റെ ഒരു മലയിടിഞ്ഞ് കാളിച്ചരണിൻ്റെ മേലേക്ക് വീണു. ചീറ്റ കൂടെയുള്ളപ്പോൾ വാസുകിയെ അത്ര വേഗം ആർക്കും ആക്രമിക്കാൻ കഴിയില്ലല്ലോ. അവൻ ഒരു വട്ടം കൂടി ജീപ്പിനുള്ളിൽ പരിശോധന നടത്തി. വാസുകിയുടെ ബാഗും കാണുന്നില്ല. കാളി, സംഭവമെന്താ? ആരാ ഈ വാസുകി? SP മഹിപാൽ കാളിയെയും മണിക്കുട്ടനെയും മാറി മാറി നോക്കി. മണിക്കുട്ടൻ ഏതാനും വാക്കുകളിൽ കാര്യം പറഞ്ഞു. SP-യും ചിന്താധീനനായി. ഒറ്റ വീട് പോലുമില്ലാത്ത വനപ്രദേശം. പക്ഷേ ഇവിടെ വന്യമൃഗങ്ങൾ ഉള്ളതായി അറിവില്ല. വാസുകി കുടുക്കിലായതായി അയാൾ ഉറപ്പിച്ചു. അടുത്ത നിമിഷം മണിക്കുട്ടൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. ഞെട്ടലോടെ അവൻ അതെടുത്തു നോക്കി. കാളി, വാസുകിയ, അവൻ വിളിച്ചു പറഞ്ഞു. ഒറ്റക്കുതിപ്പിൽ റാഞ്ചും പോലെ കാളിച്ചരൺ ഫോൺ തട്ടിപ്പറിച്ചു. റിസീവിംഗ് ബട്ടൺ അമർത്തിക്കൊണ്ട് കാതോട് ചേർത്തു. നീ എവിടെ വാസുകി? ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? ഒറ്റ ശ്വാസത്തിലായിരുന്നു ചോദ്യം. അപ്പുറത്തു നിന്ന് അടക്കിപ്പിടിച്ച ചിരി കേട്ടു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവന് പെരുത്തു കയറി. പല്ലിളിക്കാതെ കാര്യം പറയടി പോത്തെ. മനുഷ്യനിവിടെ തീ തിന്നുകൊണ്ട് നിൽക്കുമ്പോഴാ. അവൻ പൂർത്തിയാക്കും മുൻപ് അവളുടെ ശബ്ദം വീണ്ടും കേട്ടു. നീ പേടിക്കണ്ട കാളെ. ഐ എം ഓൾ റൈറ്റ്. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തൊന്നുമല്ല. പിന്നെ? അവൻ്റെ ശബ്ദം മുറുകി. പാമ്പല്ലേടാ ഞാൻ. കാട് കണ്ടപ്പം ഒന്നിഴഞ്ഞു പോരണമെന്ന് തോന്നി. വീണ്ടും ചിരി. എടി, അവൻ അലറി. നീ കൂടുതൽ ഉദാഹരണിക്കാതെ ഉണ്ടായതെന്താണെന്ന് പറ വേഗം. മഹിപാലും മണിക്കുട്ടനും അന്തം വിട്ട് നിൽക്കുകയാണ്.
പെട്ടെന്ന് വാസുകിയുടെ ശബ്ദം ഗൗരവത്തിലായി. കാളി, ഞാൻ ചീറ്റയെയും കൂട്ടി മനഃപൂർവ്വം പോന്നതാ. എൻ്റെ ആവശ്യം നിനക്കിപ്പോഴില്ല. അതുകൊണ്ട്. കാളിചരണിൻ്റെ സന്ദേഹം അപ്പോഴും മാറിയില്ല. അതിന് നീ ഈ വനത്തിൽ എവിടേക്ക് പോവുകയാ? ദിക്കുപോലും അറിയാതെ? വനം അതെപ്പോഴും നാടിനേക്കാൾ സുരക്ഷിതം തന്നെയാ. കാരണം ഇവിടെ മൃഗങ്ങളെ കാണൂ. വിഷം നിറച്ച മനസ്സുള്ള മനുഷ്യരില്ല. കാളി ശാന്തത ഭാവിച്ചു. കയ്യിൽ കിട്ടിയാൽ അവളുടെ കരണത്തൊന്നു കൊടുക്കണം എന്ന ചിന്തയോടെ. നീ എവിടെയാണെന്ന് പറ പെണ്ണേ, ഞാൻ അങ്ങോട്ട് വരാം. വെറുതെ തമാശ കാണിക്കാതെ. ഇങ്ങനെ പറഞ്ഞാലൊന്നും നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല മോനെ. തൽക്കാലം നീ ഇത്രയും വിശ്വസിക്കുക. എനിക്കൊന്നും പറ്റിയിട്ടില്ല, പറ്റത്തുമില്ല. പിന്നെ നിനക്ക് ഏതു നേരത്താണോ എൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ അടുത്തുണ്ടാവും. പോരെ? കാളി തല കുടഞ്ഞു. ഇതെന്താ പുരാണ കഥയിലെ വരം കൊടുപ്പോ? അവൻ തീർത്തു പറഞ്ഞു. വെറുതെ ഗെയിം കളിക്കല്ലേ പെണ്ണെ. ഇവിടെ വരെ കൂടെ വന്ന നീ കോളാറിലെത്തുന്നതുവരെയെങ്കിലും എൻ്റെ ഒപ്പമുണ്ടാകണം. അപ്പുറത്ത് ഒരു നിമിഷത്തെ മൗനം. പിന്നെ കേട്ടു. ഞാൻ സീരിയസായി തന്നെയാ കാളി പറയുന്നത്. ഇപ്പോൾ നീ പോ. അപ്പുറം നമുക്ക് പാർക്കലാം. പാർക്കല്, കോപ്പ്. കാളി പല്ല് ഞെരിച്ചു. ഇങ്ങനെ പല്ല് കടിക്കാതെടാ. ആർക്കെങ്കിലും തല്ലിപ്പറിക്കാനുള്ളതല്ലേ അത്? ഒപ്പം അവളുടെ ചിരി. തുടർന്ന് ഫോൺ കട്ടായി. കാളിചരൺ ഇങ്ങോട്ട് വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന മറുപടി. ഛേ. അവൻ മണിക്കുട്ടന് ഫോൺ തിരിച്ചു നൽകി. എന്താ പ്രശ്നം? ചോദിച്ചത് മഹിപാലും മണിക്കുട്ടനും ഒന്നിച്ച്. കാളി കാര്യം പറഞ്ഞു. വിചിത്രമായി തോന്നി അവർക്ക്. എങ്കിലിനി കാത്തിട്ട് കാര്യമില്ല. മണിക്കുട്ടൻ പിറുപിറുത്തു. അവൾ പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല, അറിയാമല്ലോ. കാളിചരൺ അമർത്തിയൊന്നു മൂളി. പിന്നെ കൈ ചുരുട്ടി ജീപ്പിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മഹിപാൽ അവന്റെ തോളിൽ കൈവച്ചു. റിലാക്സ് കാളി, ഞാനൊന്ന് ജോയിൻ ചെയ്തോട്ടടോ. കണ്ടുപിടിച്ചിരിക്കും അവളെ. നിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയും തരും. എന്താ? കാളി മിണ്ടിയില്ല. ഞാൻ ജീപ്പ് റിവേഴ്സിൽ ഒന്നെടുക്കാൻ നോക്കട്ടെ. മഹിപാൽ ചെന്ന് തന്റെ ജീപ്പിൽ കയറി. അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നോട്ടെടുത്തു. ബോണറ്റിൽ കുരുങ്ങി നിന്നിരുന്ന കല്ലുകൾ ഇടിഞ്ഞു വീണു. ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകളിൽ ഒരെണ്ണം തകർന്നു പോയിരുന്നു. ഒരടിയിൽ കൂടുതൽ അത് നീങ്ങിയില്ല. കല്ലുകൾക്കിടയിൽ മുൻചക്രങ്ങൾ കുരുങ്ങി. സാറിങ്ങോട്ടിറങ്ങിക്കേ, ഞാൻ നീക്കിത്തരാം. മഹിപാലിനെ ഇറക്കി കാളിചരൺ ഡ്രൈവിംഗ് സീറ്റിലെത്തി. റിവേഴ്സ് ഗിയറിൽ ആക്സിലേറ്ററിന്റെ മുഴുവൻ ശക്തിയിൽ അവൻ ജീപ്പെടുത്തു. ഒറ്റക്കൈയിൽ സ്റ്റിയറിംഗ് വീൽ വെട്ടിത്തിരിഞ്ഞു. ജീപ്പിന്റെ മുൻഭാഗം ഉയർന്ന് അത് പിന്നോട്ട് ചാടി. റോഡിൽ വട്ടം തിരിയുന്നതാണ് മഹിപാൽ കണ്ടത്. അയാളുടെ ശ്വാസം നിലച്ചുപോയി. അയാൾ ഓടി അടുത്തു ചെന്നു. താങ്ക്സ് കാളി, ഞാൻ കരുതുന്നതിലും അപ്പുറമാ നീ. അവനത് ശ്രദ്ധിച്ചില്ല. സാറ് കേറിക്കോ, പിന്നാലെ ഞങ്ങളുണ്ടാവും. വഴിയിൽ ഇനിയും അവർ കാത്തുനിൽപ്പുണ്ടോ എന്നറിയില്ലല്ലോ. മഹിപാൽ ഡ്രൈവിംഗ് സീറ്റിലെത്തിയിട്ട് തന്റെ കാർഡെടുത്ത് കാളിക്ക് നൽകി. ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കരുത്. ജീപ്പ് നീങ്ങി. പിന്നാലെ കാളിചരണും മണിക്കുട്ടനും പോയി. കാളിചരണിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. വാസുകി, അവളെന്തിന് ഈ വനത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി അന്തർധാനം ചെയ്തു? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവളെ ചൂഴ്ന്നു നിൽക്കുന്നു. നേരം മെല്ലെ പുലരുകയാണ്. തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുകയാണ് രുദ്രേഷ് ഗൗഡ. അയാൾക്ക് ഏതാണ്ട് 50 അടി പിന്നിൽ അലറിപ്പാഞ്ഞടുക്കുകയാണ് ടിപ്പർ ലോറി. രുദ്രേഷ് ഗൗഡ രക്ഷയ്ക്കായി അലമുറയിട്ട് തന്റെ അനുയായികളെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും അടുത്തില്ല. നാശം പിടിക്കാൻ ഈ അത്യാവശ്യ നേരത്ത് ഇവനൊക്കെ എവിടെ പോയി തൊലഞ്ഞു? മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ നേരത്ത് ഗൗഡയ്ക്ക് സങ്കടവും കോപവും ഒന്നിച്ചുണ്ടായി. അടുത്ത നിമിഷം അത്യുഗ്രമായ ഒരിരമ്പലോടെ ലോറി രുദ്രേഷ് ഗൗഡയിൽ വന്നിടിച്ചു. അയാൾ തെറിച്ച് മുകളിലേക്ക് ഉയർന്നു. ലോറിയുടെ വേഗത കുറഞ്ഞില്ല. ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് ഗൗഡ ടാർ റോഡിൽ തല്ലി അലച്ചു വീണു. അയാൾക്ക് മുകളിലൂടെ ടിപ്പറിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. ഒരലർച്ച മാത്രം പുറത്തേക്ക് ചാടി. ഗൗഡ ഞെട്ടി കണ്ണു തുറന്നു. കട്ടിലിന് താഴെ വീണു കിടക്കുകയാണ് താൻ. ബെഡ്റൂം ലാമ്പിന്റെ അരണ്ട വെളിച്ചം നിറഞ്ഞു കിടക്കുന്ന മുറി. ഇടങ്കൈ തറയിൽ കുത്തി എഴുന്നേറ്റിരുന്ന് അയാൾ വല്ലാതെ കിതച്ചു. AC റൂം ആയിരുന്നെങ്കിലും കുടുകുടെ വേർത്തു. കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ശരീരത്തിൽ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങിയ വേദന ഇപ്പോഴും തങ്ങി നിൽക്കുന്നതുപോലെ. അയാൾ കിടക്കയിൽ കയറിയിരുന്നു. കൈനീട്ടി ടീപ്പോയിൽ നിന്ന് സെൽഫോൺ എടുത്തു. സമയം നോക്കി. 5 മണി. രുദ്രേഷ് ഗൗഡ ഫോൺ തിരികെ വയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അതിരമ്പി. അയാൾ കിടുങ്ങിപ്പോയി. ഫോൺ പിടിവിട്ട് കിടക്കയിലേക്ക് വീണു. അതിൽ വെളിച്ചം മിന്നുകയും അണയുകയും ചെയ്തുകൊണ്ടിരുന്നു. വിറപൂണ്ട വിരലുകൾ കൊണ്ട് അയാൾ വീണ്ടും അതെടുത്തു നോക്കി. തിമ്മക്ക കോളിംഗ്. അയാൾ തിടുക്കത്തിൽ അറ്റൻഡ് ചെയ്തു. ഹലോ. ഓ, നിന്റെ ശബ്ദമെന്താ കിതയ്ക്കുന്നത്? നീ ജോഗിങ്ങിലാണോ? തിമ്മക്കയുടെ മൂർച്ചയുള്ള സ്വരം. അല്ല, ഞാൻ ഉണർന്നതേയുള്ളൂ.
ഒരു സ്വപ്നം കണ്ട്. മറുപുറത്ത് തിമ്മക്കയുടെ പാമ്പ് ചീറ്റുന്നത് പോലെയുള്ള ചിരി. അപ്പോൾ സ്വപ്നത്തെപ്പോലും നീ ഭയന്നു തുടങ്ങി. രുദ്രേഷിന് ജാള്യത തോന്നി. അതല്ല, സ്വപ്നത്തിലാകുമ്പോൾ ആരും. അയാൾ പരുങ്ങി. ഞെട്ടരുത് രുദ്രേഷ്. ചങ്ക് വലിച്ചു പറിച്ചുകൊണ്ട് പോയാലും ഞെട്ടരുത്. എന്നെയും നിന്നെയും പോലുള്ളവർ. ഗൗഡ മിണ്ടിയില്ല. അതുവിട്. തിമ്മക്ക തുടർന്നു. നിന്നെ ടിപ്പറിടിച്ച് കൊല്ലാൻ വന്നവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പക്ഷെ ലോറി കണ്ടെടുത്തു. അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല അവർ. ശത്രുവിനെ കണ്ടെത്താതെ നിനക്കെങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു രുദ്രേഷ്? നിന്റെ ഊർജമൊക്കെ തണുത്തുറഞ്ഞോ? വൃദ്ധനായി പോയെന്ന് നിനക്ക് തോന്നിത്തുടങ്ങിയോ? തന്റെ അഭിമാനത്തിനും ധൈര്യത്തിനും മേൽ അടിയേറ്റതുപോലെയാണ് രുദ്രേഷ് ഗൗഡയ്ക്ക് തോന്നിയത്. അയാൾ അങ്ങോട്ടെന്തെങ്കിലും പറയും മുമ്പ് തിമ്മക്കയുടെ ശബ്ദം വീണ്ടും കേട്ടു. നിനക്കൊക്കെ ശത്രുവുണ്ടായാൽ ഭാവിയിൽ അവൻ എനിക്ക് നേരെയും വരും. അങ്ങനെ ചിന്തിക്കാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഞാനവനെ തെരഞ്ഞെടാ. കണ്ടെത്തുകയും ചെയ്തു. എവിടെ? ആരാണ്? ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചുകൊണ്ട് രുദ്രേഷ് ഗൗഡ ചാടി എഴുന്നേറ്റു. അവനിപ്പോൾ ഊർഗം റെയിൽവേ സ്റ്റേഷനിലുണ്ട്. പുലർച്ചെ ബംഗളൂരു സിറ്റിക്ക് പോകുന്ന ഷട്ടിൽ ട്രെയിനിൽ. മുഴുവൻ കേൾക്കാൻ കാത്തില്ല ഗൗഡ. അയാളുടെ ഞരമ്പുകളിലൂടെ അഗ്നിസ്ഫുലിംഗങ്ങൾ പാഞ്ഞു. 3 മിനിറ്റിനുള്ളിൽ ഗൗഡയുടെ ഷെവർലെ കാമറോയും 2 സ്കോർപിയോകളും റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പാഞ്ഞു. 5 ലൈറ്റ്സ്, നാഗരാജന്റെ വീട്. രാത്രി അവിടെയാരും ഉറങ്ങിയിരുന്നില്ല. അത്താഴത്തിന് ശേഷം അപൂർവയാണ് നാഗരാജനോടും വനജയോടും വിവരം പറഞ്ഞത്. കോളാർ തങ്കം മരിക്കുന്ന നേരത്ത് സയനൈഡ് ഹില്ലിൽ ഉണ്ടായിരുന്നത് വിശ്വേച്ചിയായിരുന്നു. ഖനിക്കുള്ളിൽ വെച്ച് ഒരു പാറ അടർന്ന് ശിരസിലേക്ക് വീണ അനുഭവമായിരുന്നു നാഗരാജന്. ഇപ്പോൾ രുദ്രേഷ് ഗൗഡ മാത്രമല്ല, തിമ്മക്കയും തങ്ങൾക്ക് ശത്രുവായി കഴിഞ്ഞെന്ന യാഥാർത്ഥ്യം നാഗരാജനെയും വനജയെയും നടുക്കി. അവർ രാത്രി മുഴുവൻ അതേക്കുറിച്ച് ചർച്ച ചെയ്തു. ഒരിടത്തേക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു കൊക്കയുടെ മുകളിലാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞു. ഇരുവരും തിണ്ണയിലിറങ്ങിയിരുന്ന് ചിന്തിച്ചു. ഞാൻ നോക്കിയിട്ടിനി ഒറ്റ വഴിയേ കാണുന്നുള്ളൂ വനജെ, നാഗരാജൻ പറഞ്ഞു. നേരം പുലരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകാൻ പാടില്ല. വനജ മുഖം തിരിച്ച് ഭർത്താവിനെ നോക്കി. അയാൾ തുടർന്നു. രുദ്രേഷ് ഗൗഡയോ തിമ്മക്കയോ നമ്മളെ തേടി വരും. അല്ലെങ്കിൽ 2 പേരും ഒന്നിച്ച്. വനജ ചകിതയായി. നമ്മൾ എങ്ങോട്ട് പോകും? അതും ഇവിടെയുള്ളതൊക്കെ ഉപേക്ഷിച്ച്. കയ്യിൽ നയ പൈസയില്ലല്ലോ. അതേക്കുറിച്ച് ചിന്തിച്ചു നിന്നാൽ നമ്മുടെ പ്രാണനാവും നഷ്ടമാവുക. അല്ലെങ്കിൽ നമ്മുടെ മക്കളും വിശ്വജാലയും. അവരുടെ മാനം നമുക്ക് മുന്നിൽ വെച്ച് വലിച്ചു കീറപ്പെടും. വനജ വല്ലാതെയൊന്ന് കിടുങ്ങി. ഇനി വിശ്വജാല ചിറ്റാറിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ആരറിഞ്ഞു? അതേക്കുറിച്ച് ഓർത്തപ്പോഴും വനജയ്ക്ക് ആദി കൂടി. നാഗരാജൻ മറുപടി പറഞ്ഞില്ല. അയാൾ രാത്രി തന്നെ പോയി സുന്ദരനെ കണ്ടു. വെളുപ്പിന് ഓട്ടോയുമായി വരണമെന്ന് നിർദ്ദേശിച്ചു. തിരികെ വന്നിട്ട് അത്യാവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. നമ്മൾ എവിടേക്കാണ് പോകുന്നത് അച്ഛാ? ആശ തിരക്കി. അതൊക്കെ പിന്നീട് ചിന്തിക്കാം. തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടുക. അല്പം ദേഷ്യത്തിലാണ് നാഗരാജൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ വിശ്വജാലയ്ക്ക് വിഷമമായി. ഈ പലായനത്തിന്റെ കാരണക്കാരി താനാണ്. അവൾ നാഗരാജനോടും വനജയോടും അറിയിച്ചു. നിങ്ങളാരും ഒരിടത്തും പോകണ്ട, ഞാൻ പോയിക്കോളാം. അതോടെ പകുതി പ്രശ്നം തീരുമല്ലോ. സ്ഥലവും ഭാഷയും അറിയാത്ത നീ എവിടെ പോവാൻ? വനജയ്ക്കും നീരസം വന്നു. ഗൗഡ വന്നാൽ അല്ലെങ്കിലും പ്രശ്നമാണല്ലോ. റോഡരികിലെ പൈപ്പിന് ചുവട്ടിൽ പോയി എല്ലാവരും കുളിച്ചു വന്നു. അടുത്ത വീടുകളിലൊന്നും ആരും ഉറങ്ങിയിട്ടില്ല. ഖനിയിൽ കുടുങ്ങിയവരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ലല്ലോ. 5 മണി കഴിഞ്ഞപ്പോൾ അവർ യാത്രയ്ക്കൊരുങ്ങി. പാക്ക് ചെയ്ത സാധനങ്ങൾ തിണ്ണയിൽ ഇറക്കി വെച്ചിട്ട് വീട് പൂട്ടി. പിന്നെ സുന്ദരൻ വരുന്നതും കാത്തിരുന്നു. ഊർഗം കോച്ച് ഫാക്ടറിക്ക് അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. എന്നും പുലർച്ചെ അവിടെ നിന്ന് ബംഗളൂരുവിലേക്കും വൈകിട്ട് തിരിച്ചുമാണ് ട്രെയിനുള്ളത്. ട്രെയിൻ പുറപ്പെടേണ്ട നേരമാകുന്നു. അതിൽ ഘടിപ്പിക്കാനുള്ള എഞ്ചിൻ അടുത്തു വരുന്നു. സിറ്റിയിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ബോഗികളിൽ കയറി. പെട്ടെന്ന് സ്റ്റേഷനരികിൽ രുദ്രേഷ് ഗൗഡയുടെയും സംഘത്തിന്റെയും വാഹനങ്ങൾ ബ്രേക്കിട്ടു. പ്ലാറ്റ്ഫോമിലൂടെ അവർ പാഞ്ഞു വന്നു. ശത്രു ഇരിക്കുന്ന കോച്ച് കൃത്യമായി അറിയാവുന്നതിനാൽ അവർ അതിലേക്ക് ഇരച്ചു കയറി. ആളുകൾ രുദ്രേഷിനെ കണ്ട് തിടുക്കത്തിൽ ചാടി എഴുന്നേറ്റു. ഒറ്റയാൾക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിൽ തലവഴി മഫ്ലർ ചുറ്റിയിരുന്ന ഒരാൾ ഞെട്ടിത്തിരിഞ്ഞു. അപകടം തിരിച്ചറിഞ്ഞ അയാൾ ചാടി എഴുന്നേറ്റു. ഗൗഡ അത് കണ്ടു. പിടിക്കവനെ! അയാൾ അലറി. സൈന്യം അയാൾക്ക് നേരെ പാഞ്ഞു. അയാൾ മിന്നൽ വേഗത്തിലോടി. പ്ലാറ്റ്ഫോമിലേക്ക് ചാടാൻ ഭാവിച്ചപ്പോൾ അവിടെയും രുദ്രേഷിന്റെ ആളുകൾ. അയാൾ വെട്ടിത്തിരിഞ്ഞ് ഇടതുവശത്തെ ട്രാക്കിലേക്ക് ചാടി ഓടി. ട്രാക്കിന് ഇടതുവശം സയനൈഡ് ഹില്ലിന്റെ ഭാഗമാണ്. അവിടേക്ക് ഓടിയാൽ പിടിക്കപ്പെടും. അയാൾ നേരെ കുതിച്ചു. മെറ്റലുകളിൽ കാലുകൾ വേച്ചു. എതിരെ അടുത്തുകൊണ്ടിരിക്കുന്ന എഞ്ചിനെ വെട്ടിയൊഴിഞ്ഞു. ഗുണ്ടകൾ കുറച്ച് പിന്നിലായിപ്പോയി. ഇപ്പോൾ എഞ്ചിന്റെ വെളിച്ചത്തിൽ ട്രാക്കിന് നടുവിലൂടെ ഓടുകയാണയാൾ.
ഗൗഡയുടെ കണ്ണുകൾ ഇടംവലം വെട്ടി. അവൻ്റെ പിന്നാലെ പോ, ഗുണ്ടകളോട് പറഞ്ഞിട്ട് അയാൾ ട്രെയിനിൻ്റെ എഞ്ചിനിലേക്ക് ചാടിക്കയറി. ഏയ്, എന്താ ഇത്? ലോക്കോ പൈലറ്റ് അയാളെ തുറച്ചു നോക്കി. അടുത്ത നിമിഷം ഡ്രൈവറുടെ തോളിൽ ഒരു വാൾ വന്നു മുട്ടി. തേങ്ങ വലിച്ചിടുന്നത് പോലെ നിന്റെ തലയറുത്ത് ഇടട്ടേടാ ഞാൻ. രുദ്രേഷിന്റെ മുഖഭാവം ചോര മരവിപ്പിക്കുന്നതായിരുന്നു. വേണ്ട, ഡ്രൈവറുടെ ഒച്ച വിറച്ചു. എങ്കിൽ എഞ്ചിൻ നിർത്തടാ. ലോക്കോ പൈലറ്റ് അത് നിർത്തി. ഗൗഡ മുന്നിലേക്ക് നോക്കി. പാളത്തിന് നടുവിലൂടെ ഓടുന്ന ശത്രുവിനെ കാണാം. എഞ്ചിൻ മുന്നോട്ടെടുക്ക്, എന്നിട്ടവനെ ഇടിച്ചു വീഴ്ത്ത്. സർ, അയാൾ മടിച്ചു. അടുത്ത നിമിഷം ലോക്കോ പൈലറ്റിന്റെ കവിളടക്കം അടി വീണു. കുരവള്ളിക്ക് മുകളിൽ വാൾ അമർന്നു. അയാൾ എഞ്ചിൻ മുന്നോട്ടെടുത്തു. അതിനു വേഗമേറി. പാളങ്ങൾക്ക് നടുവിലൂടെ ഓടിക്കൊണ്ടിരുന്നയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അയാൾക്ക് ചാടാനുള്ള നേരം കിട്ടിയില്ല. എഞ്ചിൻ അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അലർച്ചയ്ക്കിടെ അയാൾ ഒരു പാളത്തിന് കുറുകെ വീണു. അടുത്ത സെക്കൻഡിൽ ഉരുക്കു ചക്രങ്ങൾ കയറി അയാൾ രണ്ടായി മുറിഞ്ഞു. നേരം പുലർന്നു. റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് പാർക്ക് ലൈറ്റുകൾ ഇട്ടിരിക്കുകയാണെന്ന് നാഗരാജൻ കണ്ടു. സ്ട്രീറ്റ് ലൈറ്റുകൾ വിളറി തുടങ്ങിയിരിക്കുന്നു. അയാൾ ചോര പറ്റിയ മുഖത്തോടെ ഭാര്യയെയും മക്കളെയും നോക്കി. വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ സുന്ദരൻ ചെയ്തത്. ഇനി എങ്ങനെ പോകും? ആർക്കും അതിന് ഉത്തരമില്ല. വിശ്വജാല ഭിത്തിയിൽ ചാരി എല്ലാം തകർന്നവളെപ്പോലെ നഖം കടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് സുന്ദരൻ ഓടിക്കെതിച്ചു വന്നു. നല്ല പണിയാ നീ കാണിച്ചത്. വണ്ടി എന്തിയടാ? വനജ ദേഷ്യപ്പെട്ടു. അത് ആൻറ്റി, ഞാൻ സമയത്ത് വരാൻ തുടങ്ങിയതാ. നോക്കുമ്പോൾ ഓട്ടോയുടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കിടക്കുന്നു. എങ്ങനെയെങ്കിലും നന്നാക്കാൻ നോക്കുമായിരുന്നു. ഇതുവരെ നടന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ കേബിളൊട്ടില്ലതാനും. ഈശ്വരന്മാർ പോലും തങ്ങളെ കൈവിട്ടതുപോലെ തോന്നി നാഗരാജന്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു മുടക്കം വരില്ലല്ലോ. തിണ്ണയിൽ നാഗരാജനെ കണ്ട് കനകസഭാപതി അങ്ങോട്ട് വന്നു. പാക്ക് ചെയ്തു വച്ചിരിക്കുന്ന ബാഗുകളിലേക്കും കടലാസ് പെട്ടികളിലേക്കും അയാൾ സംശയത്തോടെ നോക്കി. ഇതൊക്കെ എന്തിനാ നാഗരാജ? നാഗരാജന്റെ ഒച്ചയിടറി. ഇനി ഇവിടെ നിന്നാൽ ആ ഗൗഡ ഞങ്ങളെ വിടില്ലടോ. അപ്പോൾ കനിയിൽ നിന്ന് കിട്ടാനുള്ള ശമ്പളം, കുടിശ്ശിക, ഇൻഷുറൻസ്. ആത്മനിന്ദ കലർന്ന ഭാവത്തിൽ നാഗരാജൻ ചിരിച്ചു. ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നും. അയാളുടെ തല കുനിഞ്ഞു. പെട്ടെന്ന് സുന്ദരൻ ചോദിച്ചു, അങ്കിളെ, ഞാൻ മറ്റൊരു വണ്ടി വിളിച്ചോണ്ടു വരട്ടെ? കൊണ്ടുവാ, വേഗം വേണം. പറഞ്ഞത് വനജയാണ്. സുന്ദരൻ തിരികെ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഓട്ടോയുമായി വന്നു. വേഗം. നാഗരാജൻ ധൃതി കൂട്ടി. സ്ത്രീകൾ ഓട്ടോയിൽ കയറിക്കഴിഞ്ഞു. ലഗേജുകൾ അതിനുള്ളിൽ അടുക്കാൻ സുന്ദരനും കനകസഭാപതിയും സഹായിച്ചു. ഇത് കണ്ട് പൈപ്പിൻ ചൂട്ടിൽ നിന്നവരൊക്കെ അവിടേക്ക് വന്ന് കാര്യം തിരക്കി. നാഗരാജൻ ഒന്നും ശ്രദ്ധിച്ചില്ല, മറുപടി പറഞ്ഞില്ല. അയാൾ ഡ്രൈവർക്കൊപ്പം മുൻസീറ്റിൽ കയറി. എങ്ങോട്ടാ പോകേണ്ടത്? ഡ്രൈവർ ഓട്ടോ സ്റ്റാർട്ടാക്കി. പറയാം, വിട്. അയാൾ ഓട്ടോ റോഡിലേക്ക് ഇറക്കിയതും അത് സംഭവിച്ചു. ചീറി വന്ന ഷെവർലെ കാമറോയും സ്കോർപ്പിയോകളും അതിനു മുന്നിൽ കുറുകെ ബ്രേക്കിട്ടു. നാഗരാജനും കുടുംബവും മാത്രമല്ല, കണ്ടുനിന്നവരും കിടുങ്ങി. കാമറോയിൽ നിന്ന് യാതൊരു തിടുക്കവും കൂടാതെ രുദ്രേഷ് ഗൗഡ ഇറങ്ങി. ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയോടി. കുറ്റിത്തലമുടിയിൽ ഒന്ന് വിരലോടിച്ചുകൊണ്ട് ഗൗഡ അടുത്തെത്തി. പിന്നെ ഓട്ടോയുടെ കമ്പികളിൽ പിടിച്ച് കുനിഞ്ഞകത്തേക്ക് നോക്കി. കെട്ടും ഭാണ്ഡവുമൊക്കെയുണ്ടല്ലോ. എന്താ നാഗരാജ, നീ കുടുംബവുമായി പിക്നിക്കിന് പോകാൻ ഇറങ്ങിയതാണോ? അതോ ഹരിദ്വാറിലേക്ക് തീർത്ഥയാത്രയോ? നാഗരാജന്റെ തൊണ്ടയിൽ ഉമിനീർ വറ്റി. രുദ്രേഷിന്റെ കണ്ണുകൾ കത്തി. പറ നായിന്റെ മോനെ, രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേടാ? ചോദിച്ചതും അയാൾ ഓട്ടോ പിടിച്ചെന്ന് കുലുക്കി. അതിന്റെ ഒരു വശം ഉയർന്നുപോയി. ഓട്ടോയിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അധ്യായം 20. കൊല്ലല്ലേ ഞങ്ങളെ. നാഗരാജനും കുടുംബവും ഓട്ടോയുടെ കമ്പിയിൽ അള്ളിപ്പിടിച്ചു. രുദ്രേഷ് ഗൗഡ പല്ലിളിച്ചു. കൊല്ലാനോ? നിന്നെയൊക്കെ കൊന്നാൽ എനിക്ക് തരാനുള്ള പണം ആര് തരുമടാ? പന്നിയുടെ മോനെ, നരകത്തിൽ പോകുന്ന നിന്റെയൊക്കെ ആത്മാക്കളോ? അയാൾ പിടിവിട്ടു. ഓട്ടോയുടെ ടയറുകൾ ശക്തിയിൽ തറയിലിടിച്ച് കുടുങ്ങി. ഗൗഡയുടെ അനുചരൻ സ്കോർപ്പിയോകളിൽ നിന്ന് ഇറങ്ങി അവർക്കരികിൽ എത്തിയിരുന്നു. ഗൗഡ തുടർന്നു. ഇപ്പോൾ നീ വിചാരിക്കുന്നുണ്ടാവും നാഗരാജ, വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ടായിരുന്നെന്ന്. അല്ലേടാ, പലിശയ്ക്ക് കാശ് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാതിരിക്കാൻ അവിടെ ഇപ്പോൾ ഓപ്പറേഷൻ കുബേരയുണ്ടല്ലോ. പക്ഷേ ഇത് കർണാടകമാടാ. നാഗരാജന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അയാൾ ദയനീയമായി ഭാര്യയെയും മക്കളെയും നോക്കി. എല്ലാവരും കരയുകയാണ്. എന്നാൽ വിശ്വജാലയുടെ മുഖത്തു മാത്രം ഒരു കല്ലിച്ച ഭാവം കണ്ടു. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അവൾ പുറത്തേക്കിറങ്ങി. നാഗരാജനും മറ്റും ഞെട്ടിപ്പോയി. വിശ്വേച്ചി, പറയാൻ വന്നത് ആശയുടെ തൊണ്ടയിൽ കുരുങ്ങി. രുദ്രേഷ് ഗൗഡയെ നോക്കി വിശ്വജാല ചീറി. എടാ രുദ്രേഷ് ഗൗഡെ, തൻ്റെ ഈ പരാക്രമങ്ങളൊക്കെ പാവങ്ങളുടെയും സ്ത്രീകളുടെയും അടുത്തല്ലേ നടക്കൂ?
നല്ല ഒന്നാന്തരം ആമ്പിള്ളേരെ കണ്ടിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാ ഇത്. ഗൗഡ അമ്പരന്നു. ഇത്തിരി പോന്ന ഒരു പെണ്ണ് തൻ്റെ നേരെ കയർക്കുന്നു. അയാളിൽ മാത്രമല്ല അനുചരരിലേക്കും കണ്ടു നിന്നവരിലേക്കും ആ അമ്പരപ്പ് പടർന്നു. അവർ പരസ്പരം മിഴിച്ചു നോക്കി. മോളെ, നാഗരാജന്റെ ഒച്ച ചിലമ്പി. അങ്കിൾ മിണ്ടാതിരിക്ക്. അവൾ നെറ്റിയിലേക്ക് വീണ മുടി ഒതുക്കി. നിങ്ങൾ ഈ KGF-ലുള്ളവർ ഇവനെപ്പോലെയുള്ളവർക്കെതിരെ ഇതുവരെ ശബ്ദമുയർത്തിയിട്ടില്ല, പ്രതിരോധിച്ചിട്ടില്ല. അതുതന്നെയാ കുഴപ്പം. അവൾ കിതച്ചു. അതുകൊണ്ടാ ഇവനൊക്കെ ഇങ്ങനെ കയറി നിറങ്ങാൻ വരുന്നത്. വികാരവിക്ഷോഭത്താൽ വിശ്വജാല അഗ്നി പോലെ നിന്നെരിഞ്ഞു. 10 പേരുടെ പിൻബലമില്ലാതെ ഇവനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇവിടെ ഒരുത്തനും ഇങ്ങനെ വിളയാടില്ലായിരുന്നു. എടി, സകല ക്ഷമയും നശിച്ചു കഴിഞ്ഞ രുദ്രേഷ് ഗൗഡ അലറി. താൻ പോടോ. അവൾക്ക് കൂസലില്ല. റോഡിലൂടെ പോയ വാഹനങ്ങൾ അവിടെ ബ്രേക്കിട്ടു തുടങ്ങി. രുദ്രേഷ് ഗൗഡയുടെ വരവിൽ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ജനം ഉറപ്പിച്ചു കഴിഞ്ഞു. റോഡ് ബ്ലോക്കായി തുടങ്ങി. ഗൗഡയ്ക്ക് ആദ്യമേറ്റ അമ്പരപ്പ് മാറി. അയാൾ വിശ്വജാലയെ അടിമുടി നോക്കി. പെണ്ണു കൊള്ളാം. ഗൗഡയുടെ അനുചരൻ ആജ്ഞ കാത്ത് കൈത്തരിപ്പോടെ നിൽക്കുകയാണ്. ഗൗഡ കനത്ത ചുവടുകളോടെ ഓട്ടോയോ ഒന്ന് വലം വെച്ച് വിശ്വജാലയ്ക്ക് മുന്നിലെത്തി. അവളുടെ വൈരപ്പൊടിയുടെ തിളക്കമുള്ള കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പയർമണികൾ ചവയ്ക്കുന്നതുപോലെ അയാളുടെ പല്ലുകൾ ഞെരിയുന്ന ഒച്ച അവൾ കേട്ടു. പക്ഷേ അപ്പോഴും അവൾ പതറിയില്ല. നായേ! ഞൊടിയിടയിൽ രുദ്രേഷിന്റെ ഉരുക്കു പോലെയുള്ള ഇടതു കൈപ്പത്തി അവളുടെ കഴുത്തിൽ മുറുകി. അവൾ അല്പം മേലേക്ക് ഉയർത്തപ്പെട്ടു. എനിക്കിഷ്ടമാടി ഇത്തരം പെണ്ണിനെ. പെണ്ണായാൽ നിന്നെപ്പോലെ നിന്ന് ചുട്ടുപഴുക്കണം. മുളകുപോലെ എരിവുണ്ടാക്കണം, എതിർക്കണം, ആക്രമിക്കുക കൂടി ചെയ്താൽ നന്ന്. പക്ഷെ പിന്നീടുള്ള നിന്റെ അവസ്ഥയുണ്ടല്ലോ, അത് തണുത്തു തളർന്ന് ചെളിക്കുണ്ടിൽ കിടക്കുന്നത് പോലെ ആയിരിക്കും. അങ്ങനെ കാണണം എനിക്ക്. ഗൗഡ അത് കാണിക്കും, കേട്ടോടി. അയാൾ കന്നഡയിൽ ഒരു പുഴുത്ത തെറി വിളിച്ചു. വിശ്വജാലയ്ക്ക് അത് മനസ്സിലായില്ല. എന്നാൽ നാഗരാജനും വനജയും മറ്റും കാതുകൾ പൊത്തി. നീ എന്നെ ഉപദ്രവിച്ചാൽ. കഴുത്ത് ഞെരിയുന്നതിനിടയിലും ജ്വാലയുടെ ശബ്ദം തീക്കാറ്റുപോലെ പുറത്തുചാടി. അവൻ വരുമടാ കാളി. അവൻ തരും നിനക്ക്. 1ന് 100 നിന്റെ കുലം മുടിക്കും അവൻ. അപ്പോൾ രക്ഷപ്പെട്ട് ഓടിപ്പോകാനുള്ള വഴി നീ ഇപ്പോഴേ നോക്കിവെച്ചോ. അയാളുടെ കൈ പിടിച്ച് അകറ്റാൻ ശ്രമിക്കുകയാണവൾ. കഴിയുന്നില്ല. കാളി, ആരാവൻ? രുദ്രേഷിന്റെ പുരുകങ്ങൾ വളഞ്ഞുകുത്തി. അവനോ? പുച്ഛഭാവത്തിൽ വിശ്വജാല ചിരിച്ചു. അവൻ നിന്നെപ്പോലെയല്ല. ആണായി പിറന്നവൻ, ആണായി ജീവിക്കുന്നവൻ. നിന്റെ ഈ സൈന്യമുണ്ടല്ലോ, അതൊന്നും അവന്റെ മുന്നിൽ ഒന്നുമല്ലടാ. ഷെടാ, അങ്ങനെയും ഒരുത്തനോ? രുദ്രേഷ് ഗൗഡ അലറിച്ചിരിച്ചു. അപ്പോൾ നിനക്ക് നൊന്താൽ അവൻ വരും. വരണം. അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഒത്തിരി കാലമായി ഒരാൺകുട്ടിയെ കണ്ടിട്ട്. നെഞ്ചു പിളർത്തി അകത്തുള്ളതൊക്കെ വലിച്ചു പുറത്തിട്ടിട്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ നോവിക്കാൻ പോകുക. പറഞ്ഞതും പിടിവിട്ട് അയാൾ അവളുടെ കവിളടക്കം ഒറ്റയടി. കണ്ടുനിന്നവർ കിടുങ്ങി വിറച്ചു. വിശ്വജാല ഒന്ന് വട്ടം കറങ്ങി ഓട്ടോയിലേക്ക് ചാരി. പിന്നെ നേരെ നിന്നു. ചുണ്ടിൽ നനവ് തോന്നിയപ്പോൾ പുറം കൈകൊണ്ട് തുടച്ചു നോക്കി. ചോര. കവിളിലെ മരവിപ്പിനിടയിലും അവൾ ചിരിച്ചു. തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും രുദ്രേഷെ, താൻ ഓർത്തുവെച്ചോ? രുദ്രേഷിന്റെ കോപം വർദ്ധിച്ചു. അയാൾ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ഓട്ടോയിൽ നിന്ന് നാഗരാജനും കുടുംബവും അലമുറയിട്ടുകൊണ്ട് ഇറങ്ങി. അവർ രുദ്രേഷിന്റെ കാൽക്കലേക്ക് വീണു. അവളെ ഇനി ഒന്നും ചെയ്യല്ലേ സാബ്. അറിവില്ലായ്മ കൊണ്ട് അവൾ. നാഗരാജന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. രുദ്രേഷ് അയാളെ ചവിട്ടിത്തെറിപ്പിച്ചു. അറിവില്ലാത്തവളോ ഇവളോ? രുദ്രേഷ് അവളുടെ മുഖം തന്റെ മുഖത്തിനു നേരെ കൊണ്ടുവന്നു. ആരാടി ഈ കാളി? മറുപടി പറഞ്ഞത് നാഗരാജനാണ്. അത് എന്റെ മോനാ. അത് ശരി. രുദ്രേഷ് പല്ലിളിച്ചു. തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇനിയും കഥാപാത്രങ്ങളുണ്ട്. കാളി അവനെവിടാ? അറിയില്ല. അറിയണം. അല്ലെങ്കിൽ ഞാൻ അറിയിച്ചോളാം. നിന്റെയൊക്കെ അണ്ണാക്കിൽ അരി വാരിയിടാനെങ്കിലും അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവനും കൂടി ചേർത്ത് ഞാൻ വാരിയിടും. അരിയല്ല, പച്ചമണ്ണ്. അയാളുടെ കണ്ണുകൾ ഒരു വട്ടം കൂടി വിശ്വജാലയുടെ മുഖത്ത് പതിഞ്ഞു. പിന്നെ പുറം കൈകൊണ്ട് മറുകവിളിൽ ഒരടി കൂടി. വിളിക്കടി, ചങ്കുപൊട്ടി വിളിക്ക് നിന്റെ കാളിയെ. അവളുടെ ചുണ്ടിൽ നിന്ന് തുപ്പലും ചോരയും ഒന്നിച്ചൊഴുകി. അവളെ പിന്നെയും ഒന്ന് വട്ടം കറക്കി വിട്ട് രുദ്രേഷ് ഗൗഡ വെട്ടിത്തിരിഞ്ഞു. നാഗരാജന്റെ നേർക്ക് കൈനീട്ടി. എന്റെ പണം, പലിശയടക്കം അതിങ്ങോട്ട് വെച്ചോടാ. അത് ഗൗഡ സാബ്, പണമില്ല. പകരം ഞാൻ ബംഗാർപേട്ടിലെ എന്റെ വസ്തു തന്നേക്കാം. ഗൗഡ കാറിത്തുപ്പി. വസ്തു? അങ്ങനെ ഒരു ഉടമ്പടിയുടെ സമയം തീർന്നു. ഞാൻ ചോദിച്ചപ്പോൾ നീ തന്നില്ല. ഇനി എനിക്ക് വേണ്ടത് പണം മാത്രം. അതിപ്പോൾ ഈ നിമിഷം തന്നെ വേണം താനും. അല്ലെങ്കിൽ കൊണ്ടുപോകും ഞാൻ. നിന്റെ മകളെ മാത്രമല്ല, ഈ നിൽക്കുന്ന തീപ്പന്തത്തെയും.
അയാൾ അപൂർവയ്ക്കും വിശ്വജാലയ്ക്കും നേരെ കൈ ചൂണ്ടി. കൊണ്ടുപോകല്ലേ സാബ്, വനജ യാചിച്ചു. രുദ്രേഷ് അത് ചെവിക്കൊണ്ടില്ല. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട ഹോൺ. വിവരം അറിയുന്നവരൊക്കെ അവിടേക്ക് അടുക്കുകയാണ്. രുദ്രേഷ് അനുചരന്മാരെ നോക്കി കണ്ണുകൾ കൊണ്ടൊരു സിഗ്നൽ നൽകി. ഞൊടിയിടയിൽ അവർ അപൂർവയെയും വിശ്വജാലയെയും കടന്നുപിടിച്ചു. ഇരുവരും കുതറി. പക്ഷേ അവർ പിടിമുറുക്കി. ആശ അടിമുടി വിറച്ചുകൊണ്ട് ഒരു നനഞ്ഞ പൂച്ചയെപ്പോലെ സ്വയം ചുരുങ്ങി. വിശ്വജാല പകയോടെ തന്നെ പിടിച്ചവരെ നോക്കി. ഓർത്തു വയ്ക്കുകയേടാ ഞാനീ മുഖങ്ങൾ. നിങ്ങളും ഓരോ ഫോട്ടോ എടുത്തു വയ്ക്കുന്നത് നല്ലതാ. വല്ലപ്പോഴും ഇപ്പോഴത്തെ ഈ മുഖമൊന്ന് കാണേണ്ടി വന്നാലോ? കാരണം നിനക്കൊന്നും ഇനി അധികകാലം ഈ മുഖങ്ങളുണ്ടാവില്ല. ഗൗഡ ചുറ്റും നോക്കി അലറി. ഞാൻ കൊണ്ടുപോവുകയാ ഇവളുമാരെ. നേരത്തെ ഈ തീപ്പൊരി പറഞ്ഞതുപോലെ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്കെന്നെ പ്രതിരോധിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വരുന്നടാ നായിൻ്റെ മക്കളെ. എന്നെ പരാജയപ്പെടുത്തിയാൽ ഇവളുമാരെ ഞാൻ വിട്ടേക്കാം. ആരും അനങ്ങിയില്ല. സെമിത്തേരിയിലെ നിശബ്ദത. അപ്പോൾ നാഗരാജ പോട്ടെ. പിന്നെ ഒന്നോർത്തോ, ഞാൻ ഇവളുമാരെ കൊണ്ടുപോകുന്നത് വെറും പണയവസ്തുക്കളായിട്ടാ. പക്ഷേ പണയവസ്തു എനിക്കിഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യും. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മറിച്ചു കൊടുത്തെന്നുമിരിക്കും. വാക്കുകളിലെ അപായ സൂചന നാഗരാജൻ തിരിച്ചറിഞ്ഞു. സാബ് തലയിൽ കൈവച്ചുകൊണ്ട് അയാൾ തറയിൽ കുത്തിയിരുന്നു. രുദ്രേഷ് ഗൗഡ തുടർന്നു. ഇന്ന് നേരം ഇരുട്ടുന്നതുവരെ നിനക്ക് സമയമുണ്ട്. പണം കയ്യിൽ തരുമ്പോൾ പണയവസ്തുക്കളുടെ അവസ്ഥ എങ്ങനെയോ ആ രൂപത്തിൽ നിനക്ക് കൊണ്ടുപോകാം. അയാൾ അനുചരന്മാർക്ക് നേരെ തിരിഞ്ഞു. ഇവളുമാരെ എൻ്റെ വണ്ടിയിൽ കയറ്റിയേക്ക്. അവർ വിശ്വജാലിയെയും അപൂർവയെയും കാമറോയ്ക്ക് നേരെ വലിച്ചിഴച്ചു. മക്കളെ, വനജ തളർന്നതുപോലെ താഴേക്ക് വീണു. അമ്മേ, വിലപിച്ചുകൊണ്ട് ആശ അവരെ കെട്ടിപ്പിടിച്ചു. കണ്ടുനിന്നവരിലും ഉണ്ടായി ഒരു തേങ്ങൽ. പക്ഷെ ആർക്കും എതിർക്കാനാവില്ലല്ലോ. കനകസഭാപതി ഓടിവന്ന് നാഗരാജനെ ചേർത്ത് പിടിച്ചു. നാഗ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. എന്തു വഴി? എൻ്റെ മക്കള് അവര് പോയടാ, ഇനി നോക്കണ്ട. അയാൾ കനകസഭാപതിയുടെ തോളിലേക്ക് മുഖം ചായച്ചു. ആ നേരത്ത് റോഡ് നിറഞ്ഞുകിടക്കുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും പിന്നിൽ ഒരു വണ്ടി ബ്രേക്കിലറി നിന്നു. 540. തലപ്പുറത്തേക്ക് നീട്ടി കാളിചരൺ നോക്കി. മുന്നിലെ വാഹനങ്ങളിലൊന്നും ഒറ്റയാൾ പോലുമില്ല. അകലെ ആൾക്കൂട്ടവും കണ്ടു. ചെടാ, നടു റോഡിൽ വണ്ടിയിട്ടേച്ച് ഇവനൊക്കെ എന്തു കൂത്തു കാണാൻ പോയതാ? അവൻ പുറത്തേക്കിറങ്ങി നിന്ന് അകലേക്ക് നോക്കി. ഒരു ഞെട്ടൽ. പെട്ടെന്ന് കാളി സീറ്റിലിരുന്നു. എന്താ കാളി? മണിക്കുട്ടൻ ഉദ്വേഗത്തോടെ തിരക്കി. ഞങ്ങളുടെ വീടിന് മുന്നിൽ ഒരു പ്രശ്നമെടാ. പറഞ്ഞതും അവൻ ജീപ്പിന്റെ ഗിയർ ചേഞ്ച് ചെയ്തു. ചതുര വീടുകൾക്ക് മുന്നിലുള്ള പുരയിടത്തിലേക്ക് അത് ഇരച്ചു കയറി. മരങ്ങൾക്കിടയിലൂടെ മുന്നോട്ട്. അവിടെ കെട്ടിയിരുന്ന ആടുമാടുകളും മേഞ്ഞുകൊണ്ടിരുന്ന കോഴികളും വല്ലാത്ത ശബ്ദത്തോടെ ചിതറിമാറി. കുറെ തൂവലുകൾ കറങ്ങി ഉയർന്നു. കാളിചരൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ ഞരമ്പുകളിൽ ഒരു തീയോട്ടം. ഒരു വീടിന്റെ മുറ്റത്തിരുന്ന വെള്ളം നിറച്ച പ്ലാസ്റ്റിക് ബക്കറ്റ് ഇടിയേറ്റ് ചിതറിത്തെറിക്കുന്നത് കേട്ട് അവിടെ കൂടിയ സകലരും കിടുങ്ങിത്തിരിഞ്ഞു. മഴത്തുള്ളികൾ പോലെ വെള്ളം ചിതറി ജീപ്പിലേക്ക് വീഴുന്നത് അവർ കണ്ടു. ബുൾഡോസർ സകലതും തകർത്തുകൊണ്ട് പാഞ്ഞു വരുന്നതുപോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത്. അവർ ഓടിയകന്നു. ഗ്ലാസിൽ പറ്റിയ വെള്ളത്തുള്ളികൾക്കിടയിലൂടെ കാളിചരൺ അത് കണ്ടു. ഷെവർലെ കാമറോയിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന വിശ്വജാലയെയും അപൂർവയെയും. മണി, അവൻ അലറി. എൻ്റെ പെങ്ങളും പെണ്ണുമാടാത്. ഒറ്റ നിമിഷത്തിനുള്ളിൽ മണിക്കുട്ടന് കാര്യം വ്യക്തമായി. ഞൊടിയിടയിൽ അവൻ ജാക്കി ലിവർ വലിച്ചെടുത്തു. ഗൗഡയുടെ കണ്ണുകൾ വല്ലാതെ കുറുകി. തൻ്റെ പേര് കേട്ടാൽ അടുക്കാത്ത കൂട്ടരാണ് ഇവിടെയുള്ളത്. അപ്പോൾ പിന്നെ ഈ വാഹനത്തിൻ്റെ വരവ് നിശ്ചയമായും അപകട സൂചന തന്നെ. ഒട്ടും വേഗത കുറയ്ക്കാതെ പാഞ്ഞടുക്കുകയാണ് ജീപ്പ്. തന്നെ പിടിച്ചിരിക്കുന്ന ഗുണ്ടകൾ ഞെട്ടിത്തിരിയുന്നത് കണ്ടാണ് വിശ്വജാലയും നോക്കിയത്. അവളുടെ ഉടലിലൂടെ കുളിരിൻ്റെ സൂചികൾ പാഞ്ഞു. കാളി! ആഹ്ലാദത്തോടെ അവൾ വിളിച്ചു. കാളി! ആ പേര് കേട്ടതും രുദ്രേഷ് ഗൗഡയുടെ ഉള്ളം ജാഗ്രതയിലായി. നേരത്തെ ഇവൾ തന്നെ പറഞ്ഞു ഭയപ്പെടുത്താൻ നോക്കിയ പേര്. അടുത്ത നിമിഷം രുദ്രേഷ് ഒരു വശത്തേക്ക് ചാടി. അയാൾ നിന്നിരുന്ന ഭാഗത്തുകൂടി അപ്പുറം കടന്ന 540 ക്യാമറോയിൽ ഭയങ്കര ശബ്ദത്തോടെ ചെന്നിടിച്ചു. ക്യാമറോ അർദ്ധവൃത്താകൃതിയിൽ തിരിഞ്ഞുപോയി. നാഗരാജ, ആരാ അത്? കനകസഭാപതി അമ്പരപ്പോടെ തിരക്കി. അവനാണ് കാളിചരൺ, എൻ്റെ മോൻ. എടാ, പെൺകുട്ടികളെ വിട്ട് ഗുണ്ടകൾ വെട്ടിത്തിരിഞ്ഞു. കാളി ഒരു കാൽ മണ്ണിൽ കുത്തി, അടുത്ത കാൽ ഫുഡ് റെസ്റ്റിൽ വെച്ചിട്ട് ജീപ്പിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. പിന്നെ ഗർജിച്ചു, നിൽക്കടാ അവിടെ. ഗുണ്ടകൾ പിന്നിൽ നിന്ന് കൊളുത്തു വീണതുപോലെ നിന്നു. കാളി ഒച്ച ഉയർത്തി. നീയൊക്കെ വെറും കൂലിക്കാർ. ചത്താലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവർ. എനിക്ക് കാണേണ്ടത് അവനെയാ, നിന്നെയൊക്കെ ഈ തെമ്മാടിത്തരത്തിന് പറഞ്ഞു വിട്ടവനെ.
ഞൊടിയിടയിൽ വായുവിലൂടെ ഒരു ചുരുട്ടിയ കൈത്തലം ചീറി വരുന്നത് കാളി അറിഞ്ഞു. കമ്പിയിലെ കൈവിടാതെ കാളി കാലുകൾ വലിച്ച് മേലേക്ക് പൊങ്ങി. പിന്നെ 2 കാലുകളും ചേർത്ത് ഒറ്റച്ചവിട്ട്. രുദ്രേഷ് ഗൗഡ മണ്ണിലേക്ക് മറിഞ്ഞു. കാളി അയാൾക്ക് മുന്നിലേക്ക് ചാടി. എളിയിൽ കൈ കുത്തിക്കൊണ്ട് ഗൗഡയെ അടിമുടി നോക്കി. അപ്പോൾ നീയാണ് നേതാവ്, രുദ്രേഷ് ഗൗഡ അല്ലേ? ജീപ്പിന്റെ മറുവശത്തുകൂടി മണിക്കുട്ടനും പുറത്തിറങ്ങി. കാളിക്ക് പുറംതിരിഞ്ഞ് ചേർന്നു. ഗുണ്ടകൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒറ്റയൊരുത്തൻ വിസില് കേൾക്കാതെ അടുത്തു വരരുത്, തല്ലി തലമണ്ട പൊട്ടിക്കും ഞാൻ. പറഞ്ഞത് ഗുണ്ടകൾക്ക് പിടികിട്ടിയില്ലെങ്കിലും അവർ പരസ്പരം നോക്കി. കാളി ഏട്ടാ. വിശ്വജാലയും അപൂർവയും ആവേശത്തോടെ അവന്റെ അരികിൽ ഓടിയെത്തി. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അടി തുടങ്ങുമ്പോൾ സെന്റിമെന്റ്സ് നോക്കാനുള്ള നേരമില്ലെനിക്ക്. ഇപ്പോൾ നിങ്ങളാ തിണ്ണയിലേക്ക് കയറി നിന്നോ. അവർ മാത്രമല്ല, വനജയെ താങ്ങിക്കൊണ്ട് നാഗരാജനും ഒപ്പം ആശയും തിണ്ണയിലേക്ക് കയറി. തറയിൽ നിന്ന് ഇടതുകൈ ഊന്നി രുദ്രേഷ് ഗൗഡ എഴുന്നേറ്റു. തുടർന്ന് കയ്യിൽ പറ്റിയ മണ്ണ് തട്ടിക്കളഞ്ഞു. കൊള്ളാം, നിന്നെ എനിക്കിഷ്ടമായിടാ, ഒരുപാട്. അയാൾ പല്ലമർത്തി. എങ്കിൽ താനങ്ങ് കല്യാണം കഴിച്ചോ. സ്ത്രീധനം തരാൻ അടിയല്ലാതെ ഒന്നുമില്ല കേട്ടോ. കാളിക്ക് കൂസലില്ല. രുദ്രേഷിന്റെ ഉള്ളിൽ ഒരു തീപ്പരി മിന്നി. അടിച്ചു കൊന്നേരടാ, ഒരു ശ്വാസം പോലും ബാക്കി വയ്ക്കണ്ട ഇവന്റെ, അയാൾ കൽപ്പിച്ചു. ഗുണ്ടകൾ അലറിക്കൊണ്ട് ചാടി വീണു. ആദ്യം ജാക്കി ലിവർ ഓങ്ങിയടിച്ചത് മണിക്കുട്ടനാണ്. അടുത്ത സെക്കൻഡിൽ കാളി കൊടുങ്കാറ്റായി. രുദ്രേഷ് ഗൗഡ പിന്നോട്ട് നീങ്ങി തന്റെ വണ്ടിയിൽ ചാരി നിന്നു. കാളി, അവന്മാരാ എന്റെ കയ്യിൽ പിടിച്ചത്. 2 പേർ മുന്നിലേക്ക് വന്നപ്പോൾ വിശ്വജാല വിളിച്ചു പറയുന്നത് അവൻ കേട്ടു. അതേയോ? കാളി ഒറ്റയടി ഒരുത്തന്റെ പിടലിക്ക്. അയാൾ വീഴും മുൻപേ അവൻ പിടിച്ചു. രണ്ടാമന്റെ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാലുകൾക്കിടയിൽ ഒരു ക്ലിക്ക്. തുറന്ന വായോടെ അയാൾ താഴേക്ക് കുനിഞ്ഞപ്പോൾ അവൻ അയാളെയും പിടിച്ചു. 2 പേരുടെയും കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കിക്കൊണ്ട് ഒന്ന് വട്ടം തിരിച്ച് മുന്നോട്ടോടി. വണ്ടിയിൽ ചാരി നിന്നിരുന്ന രുദ്രേഷ് ഗൗഡയ്ക്ക് ഇരുവശത്തും കൂടി വണ്ടിയിൽ ചേർത്ത് ഒറ്റ ഇടി കൂടി. അവരുടെ തലവലിപ്പത്തിൽ കാമറോയുടെ ബോഡി അകത്തേക്ക് മടങ്ങി. കാളി പിടിവിട്ടു. അവർ ഇരുവശത്തേക്കും വീണു. തലയോട് പിളർന്നതുപോലെ പിടഞ്ഞു. കാളി മുഖമുയർത്തിയത് രുദ്രേഷിന്റെ തൊട്ടുമുമ്പിൽ. കത്തുന്ന ആ മുഖം കണ്ടപ്പോൾ രുദ്രേഷ് പകച്ചുപോയി. ചില സിനിമകളിൽ കാണുന്നതുപോലെ ഗുണ്ടകളെല്ലാം വീണു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് എന്നെ തല്ലി തോൽപ്പിക്കാൻ നിൽക്കുക താൻ അല്ലടോ. ഇവിടെ അതു വേണ്ട. പറഞ്ഞു നിർത്തിയതും കാളി അയാളെ അടിച്ചു. നാഗരാജനും കുടുംബവും മാത്രമല്ല, സകലരും കണ്ണടച്ചു. എന്നാൽ തന്റെ മുഖത്തിനു മുൻപിൽ വെച്ച് രുദ്രേഷ് അടി തടഞ്ഞു. ഞാൻ കാണുകയായിരുന്നട പയ്യ, നീ എത്രയ്ക്കങ്ങോട്ട് കത്തിക്കേറുമെന്ന്. കൊള്ളാം, നീ എനിക്ക് പോന്ന എതിരാളി തന്നെ. പക്ഷേ എന്നെ ജയിക്കാൻ ഈ ചോരത്തിളപ്പ് പോരല്ലോടാ. അയാൾ ഇടങ്കൈ ചുരുട്ടി കാളിയുടെ നെഞ്ചിനു മധ്യത്തിൽ ആഞ്ഞടിച്ചു. കാളി വില്ലുപോലെ പിന്നോട്ട് വളഞ്ഞു. ഇടി അവനു കൊണ്ടില്ല. തന്റെ കൈ തടഞ്ഞിരുന്ന രുദ്രേഷിന്റെ കയ്യിൽ പിടിച്ച് അവൻ ഒന്ന് തിരിഞ്ഞു കുനിഞ്ഞു. രുദ്രേഷിന്റെ ശരീരം അവന്റെ ചുമലിലായി. കാളി ഒന്നുകൂടി കറങ്ങി. പിന്നെ പിടിവിട്ടു. അരിച്ചാക്ക് അൺലോഡ് ചെയ്യുന്നതുപോലെ രുദ്രേഷ് അവന്റെ പിന്നിൽ മലർന്നു വീണു. കൊള്ളാം കാളി. വിശ്വജാല കൈയടിച്ചു. അവനെ കഴുത്തിന് പിടിച്ച് മുഖത്തടിച്ച് അവന്റെ ആ കൈ ചവിട്ടിയൊടിക്ക്. പരിസരം മറന്ന് അലറുകയാണവൾ. കാളി തിരിഞ്ഞ് അയാളെ ചവിട്ടാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് 2 പേർ അവനെ പിടിച്ച് വണ്ടിയോട് ചേർത്തു. അപ്പുറത്ത് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന മണിക്കുട്ടന് അങ്ങോട്ട് വരാനായില്ല. അങ്കിളും കൂടി ചെല്ല്, വിശ്വജാല നാഗരാജനോട് പറഞ്ഞു. എന്നാൽ അയാൾ അനങ്ങിയില്ല. അയാളുടെ കണ്ണുകൾ പോലും ചലിക്കാതെ കാളിയിൽ തറഞ്ഞിരിക്കുകയാണ്. രുദ്രേഷ് ഗൗഡ ചുഴലിക്കാറ്റ് പോലെ തറയിൽ നിന്ന് ഉയർന്നു. നിർത്ത്. അയാളുടെ ഗർജനം കതിനെപ്പോലെ മുഴങ്ങി. അടിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് നിർത്തി. അവനെ വിട്. ഗൗഡ കാളിയെ പിടിച്ചിരുന്നവർക്ക് നിർദ്ദേശം നൽകി. അവർ പിടിവിട്ടു. ഗൗഡയുടെ മുഖം വലിഞ്ഞു മുറുകുന്നതും ഞരമ്പുകൾ വീർത്തുവരുന്നതും കാളി ശ്രദ്ധിച്ചു. വാടാ വാ. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഗെറിലയെപ്പോലെ ഗൗഡ വായ് പിളർന്നു. കാളിയുടെ ഇമകൾ നിശ്ചലമായി. കുതിച്ചുയർന്നു അവൻ. ആ നിമിഷം ഗൗഡയുടെ ആക്രമണം. പിന്നോട്ട് നീങ്ങി വണ്ടിയിലിടിച്ച് കാളി വീണു. ഗൗഡ അവനെ ആഞ്ഞാഞ്ഞു ചവിട്ടി. കാളി, വിശ്വജാല വിലപിച്ചു. രുദ്രേഷ് ഗൗഡയുടെ താണ്ഡവമായിരുന്നു പിന്നെ. നിന്റെ ശവം, അത് ഞാൻ വെട്ടിപ്പുഴുങ്ങി നിന്റെ തന്തയെക്കൊണ്ട് തീറ്റിക്കും. നിനക്ക് ജന്മം തന്നതിന്റെ പിഴ. ഗൗഡ അട്ടഹസിച്ചു. അപ്പോൾ കാളി ഒന്ന് കമട്ടി. കൊഴുത്ത ചോര. എടാ. അവൻ അയാളുടെ ഷൂസ് അണിഞ്ഞ കാലിൽ പിടിച്ചു. പിന്നെ മുകളിലേക്ക് തള്ളി. ഒരു മരം പിഴുതു വീഴുന്നതുപോലെ ഗൗഡ വീണു. കരിമ്പ് ചവയ്ക്കും പോലെ കാളിചരണിന്റെ പല്ലുകൾ മുറുകി. അവൻ ഗൗഡയുടെ നെഞ്ചിലേക്ക് ചാടി വീണു. അവിടെ കുത്തിയിരുന്നു കൊണ്ട് നെഞ്ചിലും മുഖത്തും മാറി മാറി ഇടിച്ചു. ഗൗഡയ്ക്ക് തടയാനായില്ല.
ഗൗഡയുടെ മുൻനിരയിലെ പല്ലുകൾ അടർന്ന് വായിലേക്ക് തന്നെ വീണു. അവനുമായി അയാൾ പിടിച്ചുരുണ്ടു. മുറ്റത്തുനിന്ന് ഓടയിലേക്ക് 2 തെരുവു നായ്ക്കൾ കടിച്ചു മറിയുന്നതുപോലെയാണ് ജനത്തിന് തോന്നിയത്. മണ്ണും കരിയിലകളും ചിതറി. ഗൗഡ തുപ്പിയപ്പോൾ തുപ്പലിനും ചോരയ്ക്കുമൊപ്പം പല്ലുകളും പോയി. അയാൾ വായ തുറന്നു. അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. മുൻപല്ലുകളില്ലാത്ത ഗൗഡയുടെ ചോര നിറമുള്ള വായ്, ഒരു കണ്ണിന് മീതെ പിളർന്ന് നീരുവെച്ച് തൂങ്ങിക്കിടക്കുന്ന പുരുകം. കാളിചരൺ അയാളെ വലിച്ചുയർത്തി മൺതിട്ടയിലേക്ക് ചാരി. തുടർന്ന് കാൽമുട്ടും മടക്കി അടിവയറ്റിൽ ഒരു താടനം. അയാളുടെ ജീൻസിലൂടെ മൂത്രം നനഞ്ഞിറങ്ങി. ഭീതിയോടെ ഗുണ്ടകൾ പിന്നോട്ട് മാറി. മണിക്കുട്ട, അതെടുത്തുകൊണ്ടുവാടാ, കാളി പറഞ്ഞു. മണിക്കുട്ടൻ ജീപ്പിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് വാസുകി വെച്ച പണം കൊണ്ടുവന്നു. കാളി ഗൗഡയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. തുടർന്ന് തുറന്ന വായിലേക്ക് പല്ലുകളില്ലാത്ത ഭാഗത്തുകൂടി 500-ന്റെ 10 കെട്ട് നോട്ടുകളും കുത്തിത്തിരുകി. രുദ്രേഷേ, ഇത് 5 ലക്ഷമുണ്ട്. ബാക്കി ഞാൻ തരും, ഒറ്റ പൈസ കടമില്ലാതെ. അതിനിടയ്ക്ക് നീ ഇനി ഇവിടെ വന്നാൽ ഇനി നിനക്ക് മരണമല്ലാതെ ഒന്നും തരില്ല ഞാൻ. ഇത് കാളിയുടെ ശബ്ദമാ, ഓർത്തോ. അയാളെ ഒരു വശത്തേക്ക് തള്ളി കാളി പിന്തിരിഞ്ഞു. അവന്റെ ശബ്ദം അവിടെ പ്രകമ്പനം തീർത്തു. ആരും അനങ്ങിയില്ല. ഒന്നും, ഒരു മരത്തിന്റെ ഇല പോലും. അധ്യായം 21. തിരിഞ്ഞൊന്നു നോക്കുക പോലും ചെയ്യാതെ കാളിചരൺ പിൻവാങ്ങി. തന്റെ 540-ൽ കയറി അത് റിവേഴ്സിലെടുത്ത് രുദ്രേഷ് ഗൗഡയുടെ കാമറോയ്ക്കരികിൽ നിന്ന് മാറ്റി. കാമറോയുടെ മുന്നിലെ ബമ്പറിന്റെ പകുതി ഭാഗവും ഇളകി വീണു. ബോണറ്റിന്റെ ഒരു ഭാഗവും ചുളുങ്ങിപ്പോയിരുന്നു. 540-ക്ക് കുറച്ച് മുന്നിലേക്ക് തള്ളിയ നിലയിൽ അഡീഷണൽ ബമ്പർ ആംഗ്ലെയറുകൾ പിടിപ്പിച്ചിരുന്നതിനാൽ കാര്യമായ കേടുപാടുണ്ടായിരുന്നില്ല. ജനങ്ങൾ അപ്പോഴും ശ്വാസം വിടാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു. മണിക്കുട്ടൻ വന്ന് 540-ൽ ചാരി നിന്നു. പിന്നെ രുദ്രേഷിന്റെ ഗുണ്ടകളോട് വിളിച്ചു പറഞ്ഞു, ചാകുന്നതിന് മുൻപ് അയാളെ വലിച്ചെടുത്തുകൊണ്ട് പോടാ, അല്ലെങ്കിൽ ഞങ്ങൾക്കിനിയും കലിയിളകും. അങ്ങനെ വന്നാൽ അവസാന വായുവും ഉള്ളീന്ന് വലിച്ചെടുത്തിട്ട് ഞങ്ങൾ തന്നെ അവനെ കുഴിച്ചു മൂടും. നടുവു ചതഞ്ഞു കിടക്കുന്ന മൂർഖൻ പാമ്പിന്റെ അടുത്തേക്ക് അറച്ചറച്ചു വരുന്നതുപോലെയാണ് അനുചരർ രുദ്രേഷ് ഗൗഡയുടെ അരികിലേക്ക് ചെന്നത്. കാളിചരൺ വായിൽ കുത്തിത്തിരികിയ നോട്ടുകെട്ടുകൾ രുദ്രേഷ് വലിച്ചു പുറത്തിട്ടു. പിന്നെ മൺതിട്ടയിൽ ചാരിയിരുന്ന് ശ്വാസം വലിച്ചുവിട്ടു. അയാളുടെ താടിയിലൂടെ അപ്പോഴും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഈ മുഖം കണ്ണാടിയിൽ കാണാനിട വന്നാൽ രുദ്രേഷ് തങ്ങളെ കൊല്ലുമെന്ന് അനുചരന്മാർക്കറിയാം. അവർ അറച്ചറച്ച് അയാളെ വലിച്ചുപൊക്കി. അയാളുടെ ജീൻസും ഷർട്ടുമൊക്കെ മണ്ണും ചോരയും കുഴഞ്ഞുപറ്റി വികൃതമായ നിലയിലായിരുന്നു. ആ പണം എടുത്തോടാ. രുദ്രേഷിന്റെ നാവ് കുഴയുകയാണ്. അതെനിക്ക് അവന്റെ അണ്ണാക്കിൽ കുത്തിത്തിരുകി പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ളതാ. ഗുണ്ടകളിൽ ഒരാൾ അതെടുത്ത് അടുക്കി. പിന്നെ അവർ രുദ്രേഷിനെ താങ്ങിക്കൊണ്ടു ചെന്ന് കാമറോയുടെ പിൻസീറ്റിലിരുത്തി. തന്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴും രുദ്രേഷിന്റെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു. പുത്തൻ വണ്ടിയാണ്, പൊടി പോലും പറ്റാതെ സൂക്ഷിക്കണമെന്നും ശത്രുവേട്ടയ്ക്കിറങ്ങുമ്പോൾ ഇതുതന്നെ ഉപയോഗിക്കണമെന്നും തനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അനുചരന്മാർ ഒപ്പം വണ്ടിയിൽ കയറാൻ അയാൾ സമ്മതിച്ചില്ല. അവർ പോയി സ്കോർപിയോയിൽ കയറി. റോഡിൽ കിടന്നിരുന്ന വാഹനങ്ങൾ കുരുക്കഴിക്കുന്നതുപോലെ ഡ്രൈവർമാർ നീക്കിക്കൊടുത്തു. അല്ലെങ്കിൽ തല്ലുകൊള്ളുകയും നാണം കെടുകയും ചെയ്തതിന്റെ പക രുദ്രേഷ് തങ്ങളോട് തീർക്കുമെന്ന് അവർക്കറിയാം. 3 വാഹനങ്ങളും മെല്ലെ 5 ലൈറ്റ്സ് ജംഗ്ഷൻ കടന്നുപോയി. കാളി, ആളുകൾ നോക്കി നിൽക്കുന്നത് വകവയ്ക്കാതെ വിഷുജാല ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നീ വന്നില്ലായിരുന്നെങ്കിൽ. അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു. കാളിചരൺ അവളുടെ മുടിയിൽ ഒന്ന് തഴുകി. പിന്നെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എന്തായാലും കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. അവളുടെ കവിളുകളിൽ രുദ്രേഷിന്റെ വിരൽപ്പാടുകൾ തിണർത്തു കിടന്നിരുന്നു. അതിലൂടെ കാളി ഒന്ന് വിരലോടിച്ചു. തുടർന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛനമ്മമാരുടെ അരികിലേക്ക് നടന്നു. മകനെ മിഴിച്ചു നോക്കി. തിണ്ണയിൽ തരിച്ചിരിക്കുകയാണ് നാഗരാജനും വനജയും. അപൂർവയ്ക്കും ആശയ്ക്കും പക്ഷെ സന്തോഷമാണ് തോന്നിയത്. അച്ഛാ, കാളി വിളിച്ചു. നാഗരാജൻ പൊട്ടിത്തെറിച്ചു. എന്തതിക്രമമാടാ കാണിച്ചത്? നീ തല്ലിയത് ആരെയാണെന്നറിയാമോ? ഒരു ഗുണ്ടയെ, അവൻ നിസാരമട്ടിൽ പറഞ്ഞു. ഗുണ്ട, നല്ല കഥയായി. പറഞ്ഞത് കനകസഭാവതിയാണ്. ഇനി എന്തൊക്കെ നടക്കും ഇവിടെയെന്നറിയാമോ? അറിയാം. കാളി ചിരിച്ചു. ഒന്നുകിൽ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും, അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും നാട്ടുവൈദ്യന്റെ അടുത്തേക്ക് പോകും. അവന്റെ മറുപടി കേട്ട് കനകസഭാവതി മിഴിച്ചു നിന്നു. സാധുവായ നാഗരാജന് ഇത്തരമൊരു മകനോ? ബാക്കി പറഞ്ഞത് വനജയാണ്. രുദ്രേഷിനെ തല്ലിയിട്ട് ഈ KGF-ൽ ജീവിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അയാൾ വരും. അതെങ്ങനെയാണെന്ന് പറയാനാവില്ല. നമ്മളെ പച്ചയ്ക്ക് കത്തിക്കും. കാളിചരൺ ഉറക്കെ ചിരിച്ചുപോയി. അങ്ങനെയൊക്കെ ചെയ്യാൻ അയാൾ ആരാമ്മേ?
അതൊക്കെ 1947 മുൻപ്. ഇന്ന് കാലം മാറിയില്ലേ. അടിച്ചാൽ തിരിച്ചടി. അത് പക്ഷേ വെറുമൊരു തടവലാവരുതെന്ന് മാത്രം. കൊടുത്താൽ മർമ്മം നോക്കി കൊടുക്കണം. പിന്നെ അത്ര വേഗം പത്തി പൊങ്ങില്ല. ഞാനും അതാ ചെയ്തത്. ഇവനെ എന്തു പറഞ്ഞു വിശ്വസിപ്പിക്കും എന്നറിയാതെ എല്ലാവരും കുഴങ്ങി. അയൽക്കാർ പതുക്കെ അടുത്തുകൂടി. അവർക്കു മുന്നിൽ കാളിചരൺ ഒരു വീരപുരുഷന്റെ പരിവേഷമാണിപ്പോൾ. രുദ്രേഷിനെ തല്ലിയവൻ നിസാരനാവില്ലല്ലോ. ഇത് ഒന്നും രണ്ടും കൊണ്ട് അവസാനിക്കില്ല. ഇവിടെ ചോരപ്പുഴയൊഴുകും. ആരോ പറയുന്നത് കാളി കേട്ടു. അവൻ തലയാട്ടി. ചേട്ടന്റെ നാവ് പൊന്നാകട്ടെ. ചോരപ്പുഴയിൽ ഒന്ന് മുങ്ങിക്കുളിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി കാലമായി. ഇതെന്തൊരു ജന്മമെന്നാണ് കേട്ടവർ ചിന്തിച്ചത്. കാളി തിരിഞ്ഞ് വനജയെ നോക്കി. അമ്മേ, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. ശരീരം ഒന്നിളകിയതല്ലേ. അമ്മ വേഗം എന്തെങ്കിലും ഉണ്ടാക്ക്. ഒരു ദീർഘനിശ്വാസത്തോടെ വനജ എഴുന്നേറ്റു. രുദ്രേഷ് ഗൗഡ അടങ്ങിയിരിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ജനങ്ങൾ അല്പനേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം പിരിഞ്ഞു തുടങ്ങി. കാളിചരൺ ആശയെ ചേർത്ത് പിടിച്ചു. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ. പക്ഷെ അയാൾ ഇനിയും വന്നാലോ? വരട്ടെ. ഏട്ടനില്ലേ ഇവിടെ? നിങ്ങളുടെ ആരുടെയും ശരീരത്തിൽ ഒരു മൺതിരി വീഴാൻ പോലും ഏട്ടൻ സമ്മതിക്കത്തില്ല. പോരെ? മതി. അവളുടെ കണ്ണുകളിൽ നേർത്ത നനവിനിടയിലും വല്ലാത്തൊരു തിളക്കം വന്നു. രാവിലെ 7 മണി. എരുമേലി. തിമ്മക്കയുടെ PA കട്ടാരിപ്പാണ്ടിനും സംഘവും മറ്റ് അയ്യപ്പന്മാരെപ്പോലെ ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകുന്ന തോട്ടിൽ പോയി കുളിച്ചു വന്നു. അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. ഇനി ചിറ്റാറിന്. പൊടുന്നനെ കട്ടാരിപ്പാണ്ടിന്റെ ഫോണിൽ തിമ്മക്കയുടെ മുഖം തെളിഞ്ഞു. നീയൊന്നും ഇതുവരെ അവിടുന്ന് പോയില്ലേടാ? പോകാൻ തുടങ്ങുകയാണമ്മേ, അയാൾ ഭവിതയോടെ അറിയിച്ചു. വേഗം വേണം. ഫോൺ കട്ടായി. അയാൾ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. ഇനി ഈ അയ്യപ്പന്മാരുടെ വേഷം വേണ്ട. അവർ വണ്ടിയിലിരുന്ന് തന്നെ വേഷം മാറി. അത്യാവശ്യം വേണ്ട ആയുധങ്ങളൊക്കെ വസ്ത്രത്തിനിടയിൽ തിരികെ വെച്ചു. തുടർന്ന് കട്ടാരിപ്പാണ്ഡ്യൻ ഗൂഗിൾ മാപ്പിലൂടെ ചിറ്റാറിന് പോകാനുള്ള വഴി സെർച്ച് ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അവരുടെ ബൊലീറോകൾ റോഡിലേക്കിറങ്ങി. നല്ല തിരക്കാണ്. കൂടുതലും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ. ബൊലീറോകൾ റാന്നി റൂട്ടിലൂടെ അതിവേഗം കുതിച്ചു. ഇടതുവശത്തെ പെട്രോൾ പമ്പിനടുത്തെത്തിയതും പമ്പിൽ നിന്നൊരു ബൈക്ക് റോഡിലേക്കിറങ്ങിയതും ഒന്നിച്ചായിരുന്നു. ഡ്രൈവർ ബ്രേക്ക് അമർത്തിയെങ്കിലും മുന്നിൽ വന്ന കട്ടാരിപ്പാണ്ഡ്യനിരുന്ന ബൊലീറോ പാളി. വെട്ടിച്ചു മാറ്റാനായില്ല. അത് ബൈക്കിൽ ചെന്നിടിച്ചു. ബൈക്കിലിരുന്ന ചെറുപ്പക്കാരൻ വിലാപത്തോടെ റോഡിൽ തെറിച്ചു വീണു. എതിരെ മുണ്ടക്കയത്തിന് പോകുന്ന ഒരു KSRTC വേണാട് ബസ്സിന് മുന്നിലേക്ക്. ഡ്രൈവർക്ക് ബ്രേക്ക് അമർത്താനുള്ള നേരം കിട്ടിയില്ല. ചെറുപ്പക്കാരന്റെ കാലുകളിലൂടെ അതിന്റെ മുൻചക്രങ്ങൾ കയറിയിറങ്ങി. വണ്ടി നിർത്തണ്ട, കട്ടാരിപ്പാണ്ഡ്യൻ ഗർജിച്ചു. പിടികൊടുക്കാതെ വിട്ടു. റോഡിൽ കിടന്ന ബൈക്കിനെ ഇടിച്ചു തള്ളി ബൊലീറോകൾ കുതിച്ചു. അയ്യപ്പന്മാരുടെ വാഹനങ്ങളെ വെട്ടിയൊഴിഞ്ഞ് പിന്നിൽ റോഡ് ബ്ലോക്കാവുന്നത് കട്ടാരിപ്പാണ്ഡ്യൻ മിററിലൂടെ കണ്ടു. പിന്നിൽ നിന്ന് കൈ ചൂണ്ടി ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അയ്യപ്പ വേഷം കെട്ടിയതിന്റെ ശിക്ഷയാണോ ഇതെന്ന് കട്ടാരിപ്പാണ്ഡ്യൻ സംശയിച്ചു. പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു, സാബ്, എനിക്കൊരു സംശയം. അയാൾ തലചരിച്ച് അവനെ നോക്കി. ഇത്രയും കാലത്തെ എൻ്റെ ഡ്രൈവിങ്ങിനിടയിൽ ഇത്തരമൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതല്ലാതെ. കട്ടാരിപ്പാണ്ഡ്യന്റെ പുരികം വളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി പരിശോധിക്കാനുള്ള നേരമില്ല. നമ്മളെ നാട്ടുകാർ പിന്തുടർന്ന് വരുന്നുണ്ടെങ്കിലോ? എങ്കിലും എനിക്കുറപ്പാ, ഒരു ബുള്ളറ്റ് നമ്മുടെ വണ്ടിയുടെ പിൻചക്രത്തിൽ തറഞ്ഞിട്ടുണ്ട്. കട്ടാരിപ്പാണ്ഡ്യൻ കിടുങ്ങി. ഡ്രൈവർ തുടർന്നു. ട്യൂബ്ലെസ് ടയറായതുകൊണ്ടാ പെട്ടെന്നറിയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അതറിയുന്നുണ്ട്. ഏതു നിമിഷവും വണ്ടി നിർത്തേണ്ടി വരും. എരുമേലിയിലെ കനത്ത തണുപ്പിലും കട്ടാരിപ്പാണ്ഡ്യന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ബുള്ളറ്റ് ടയറിൽ തറഞ്ഞെങ്കിൽ ശത്രു സാന്നിധ്യം. അയാൾ നടുക്കത്തോടെ പിന്നോട്ട് നോക്കി. ചില വാഹനങ്ങളുണ്ട്, പല സംസ്ഥാനക്കാരുടെ. അയാളുടെ തലച്ചോറിൽ കരിന്തേളുകൾ പുളയാൻ തുടങ്ങി. തങ്ങളെ പിന്തുടർന്ന് ഏതെങ്കിലും ശത്രു കേരളത്തിലേക്ക് വന്നോ? എല്ലാവരും ഒരുങ്ങിയിരിക്കുക. ഞാൻ വണ്ടി നിർത്താൻ പോവുകയാ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ടയർ മാറിയിരിക്കും. പിന്നെ ഒരുത്തനും നമ്മുടെ അടുത്തെത്തില്ല. അത് ഞാൻ ഏറ്റു, ഡ്രൈവർ ഉറക്കെ പറഞ്ഞു. വണ്ടി പാളാൻ തുടങ്ങിയിരുന്നു. അയാൾ ഇടതുവശത്തേക്ക് ചേർത്ത് ബ്രേക്ക് അമർത്തി. തിമ്മക്കയുടെ ബംഗ്ലാവ്. മക്കളും ഒന്നിച്ച് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. വിശാലമായ തീൻമേശയിൽ വെളുത്ത യൂണിഫോം ധരിച്ച പരിചാരകർ ഭക്ഷണം നിരത്തി തുടങ്ങി. തിമ്മക്കയുടെ മുന്നിൽ ഒരാൾ കശുവണ്ടിയും ബദാം പരിപ്പും അരച്ചു ചേർത്ത ഒരു ഗ്ലാസ് ചൂടുപാൽ കൊണ്ടുവച്ചു. മക്കളുടെ മുന്നിൽ 1/2 ഗ്ലാസ് ബ്രാൻഡിയും അതിൽ ചേർക്കാനുള്ള ചെറുതേനും. മക്കൾ 3 പേരും രാവിലെ തേൻ ചേർത്ത ബ്രാൻഡി കുടിക്കണമെന്ന് തിമ്മക്കയ്ക്ക് നിർബന്ധമാണ്. അങ്ങനെ കഴിച്ചാൽ വീര്യം കെട്ടുപോകാതെ നിന്നുകൊള്ളും.
ആ നേരത്ത് ആരെയെങ്കിലും പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവന്നോളും. ചൗഡയെയാണ് ഗ്ലാസുകളിൽ കൃത്യമായ അളവിൽ ചെറുതേൻ മിക്സ് ചെയ്തത്. തിമ്മക്ക പാൽ ഗ്ലാസ് ഉയർത്തി ചിയേഴ്സ് പറഞ്ഞിട്ട് ചുണ്ടോട് ചേർത്തു. വസന്തരാജും പുട്ടരാജും ഗ്ലാസുകൾ ഉയർത്തി. ആ നിമിഷമാണ് തിമ്മക്കയുടെ സെൽഫോൺ ശബ്ദിച്ചത്. അവർ അതെടുത്ത് നമ്പർ നോക്കി. രുദ്രേഷ് ഗൗഡ. പറയടാ. അവർ അറ്റൻഡ് ചെയ്തു. അമ്മ. അപ്പുറത്ത് പക്ഷേ ഗൗഡയുടെ അനുചരന്മാരിൽ ഒരാളായിരുന്നു. എന്താടാ? തിമ്മക്കയുടെ പേശികൾ വലിഞ്ഞു. ശബ്ദത്തിൽ ആശങ്ക തിങ്ങി. കാരണം തന്നെ വിളിക്കുന്നത് ഗൗഡ തന്നെ ആവേണ്ടതാണ്. അനുചരൻ വിളിക്കാറില്ല. അമ്മ. അനുചരന്റെ പതറിയ വച്ച. കാര്യം പറ. എവിടെ രുദ്രേഷ്? അപ്പുറത്തുനിന്ന് പതുങ്ങിയ വച്ചയിൽ കാര്യം കേട്ടു. അതിനുള്ള ധൈര്യം ആർക്കാടാ? അതും പകൽ നേരത്ത്. തിമ്മക്ക കയ്യിലിരുന്ന ഗ്ലാസ് ശക്തിയിൽ മേശപ്പുറത്തടിച്ചുകൊണ്ട് എഴുന്നേറ്റു. പാൽ ചിതറി 4 പാടും തെറിച്ചു. മക്കൾ അർദ്ധശങ്കയോടെ പരസ്പരം നോക്കി. വരുന്നടാ. രുദ്രേഷിനെ ആരോ തല്ലിയിരിക്കുന്നു. തിമ്മക്ക തീക്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു. ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ചിട്ട് മക്കളും. ഗൗതം നഗർ. തിമ്മക്കയുടെ അസ്റ്റൺ മാർട്ടിൻ കാർ അവിടെ ബ്രേക്കിട്ടു. 4 ഡോറുകളും ഒരേ വേഗത്തിൽ തുറക്കപ്പെട്ടു. മുന്നിൽ പനയോലം മേഞ്ഞ പർണശാല പോലെ ഒരു കെട്ടിടം. അതിന്റെ ഭിത്തികളും പനയോലമെടഞ്ഞ് ഉണ്ടാക്കിയതാണ്. പിന്നിൽ മുഴുവൻ പരുത്തിത്തോട്ടം. രുദ്രേഷിന്റെ അനുയായികളിൽ ചിലർ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തിയടാ രുദ്രേഷ്? തിമ്മക്കയുടെ ശബ്ദം ഉയർന്നു പൊങ്ങി. അനുചരർ ഒരു വാതിലിന് നേർക്ക് കൈ ചൂണ്ടി. തണുപ്പുള്ള തറയിൽ ചവിട്ടി ആദ്യം വാതിൽ കടന്നത് തിമ്മക്കയാണ്. അകത്തേക്ക് കയറിയപ്പോഴേ കണ്ടു. പർണശാലയുടെ നടുമുറ്റത്ത് ഇളം വെയിലിൽ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു എണ്ണത്തോണി. അതിനിടയിൽ തീക്കനൽ തിളങ്ങിക്കൊണ്ടിരുന്നു. തിരുമും പിഴിച്ചിലും ഒന്നുമില്ലാതെ ശരീരത്തിലെ ചതവും നീർക്കെട്ടും ഇല്ലാതാക്കാനുള്ള നാട്ടുവൈദ്യൻ ഉദ്ദണ്ഡന്റെ ചികിത്സാരീതിയായിരുന്നു അത്. രുദ്രേഷ്. തിമ്മക്കയുടെ ശബ്ദം അവിടെ മുഴങ്ങി. ഒറ്റനോട്ടത്തിൽ തന്നെ അവർ ഗൗഡയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞു. കഴുത്തുവരെ ഇളം ചൂടുള്ള എണ്ണയിൽ മുങ്ങിക്കിടക്കുകയായിരുന്ന രുദ്രേഷ് ഗൗഡ മിഴികൾ മാത്രം തിരിച്ച് അവരെ നോക്കി. ചാകാനിറങ്ങിത്തിരിച്ച ഏതു പട്ടിയാടാ ഇത് ചെയ്തത്? തിമ്മക്ക എണ്ണത്തോണിയുടെ തൊട്ടടുത്തെത്തി. അയാൾ മറുപടി പറയുന്നതിന് മുൻപ് ഉദ്ദണ്ഡനും 2 ശിഷ്യന്മാരും അങ്ങോട്ട് വന്നു. അമ്മ, ഇപ്പോൾ ഇദ്ദേഹത്തെക്കൊണ്ട് സംസാരിപ്പിക്കരുത്. അത് ചികിത്സയെ ബാധിക്കും. അപേക്ഷയ. തിമ്മക്ക കടുപ്പിച്ചു മൂളി. അവർ മക്കൾക്ക് നേരെ തിരിഞ്ഞു. പുറത്തു നിൽപ്പുണ്ടല്ലോ ഇവന്റെ ആൾക്കാർ. പോയി അവരോട് തിരക്ക്. വസന്തരാജും അനുജന്മാരും തിരിച്ചുപോയി. തിമ്മക്ക ഉദ്ദണ്ഡനെ ശ്രദ്ധിച്ചു. 75-ലധികം പ്രായം കാണും. വെളുത്ത ഒരു മുണ്ട് മാത്രമാണ് വേഷം. അതേ നിറത്തിലുള്ള താടിയും മുടിയും. പക്ഷെ കണ്ണുകൾക്ക് ഇരുട്ടിന്റെ കറുപ്പ്. ശരീരത്തിനും ഒട്ടും ഉടവില്ല. ഉറച്ച മാംസപേശികൾ. വാർദ്ധക്യത്തെപ്പോലും അയാൾ അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന് തോന്നി. ഉദ്ദണ്ഡനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരും പ്രയോഗിക്കാത്ത ചികിത്സാരീതികളാണ് ഇയാൾക്ക്. മറ്റു വൈദ്യന്മാരൊക്കെ അതേക്കുറിച്ച് കേൾക്കുമ്പോൾ നെറ്റിച്ചുളിക്കും. അമ്മ, ഉദ്ദണ്ഡൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചതയാത്ത ഭാഗങ്ങളില്ലെന്ന് പറയാം. പക്ഷെ നാളെ ഈ നേരത്തിനുള്ളിൽ ഗൗഡ സാബിനെ ഞാൻ പഴയ രൂപത്തിലാക്കും. പിന്നെ പറഞ്ഞുപോയ പല്ലുകൾ, അതിനു മാത്രം എൻ്റെ കയ്യിൽ ചികിത്സയില്ല. തിമ്മക്ക തലയാട്ടി. അപ്പോൾ അവരുടെ ആൺമക്കൾ രുദ്രേഷ് ഗൗഡയുടെ അനുചരരെ ചോദ്യം ചെയ്യുകയായിരുന്നു. അവർ പക്ഷേ ഒന്നും വിട്ടുപറയാൻ തയ്യാറായില്ല. സാബ് പറഞ്ഞിരിക്കുന്നത് ദൈവം നേരിട്ടിറങ്ങി വന്ന് ചോദിച്ചാലും ഒന്നും പറയരുതെന്ന്. അവനെ സാബിന് തന്നെ നേരിട്ട് തീർക്കാനുള്ളതാണ്. വസന്തരാജും അനുജന്മാരും മുഖാമുഖം നോക്കി. പക്ഷേ ഇങ്ങനൊരു സംഭവം കോളാറിൽ എവിടെ വെച്ചാണ് ഉണ്ടായതെങ്കിലും അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതി. അറിയാമല്ലോ. പുട്ടരാജ് തല വെട്ടിച്ചു. അകത്ത് നടുത്തളത്തോട് ചേർന്നുള്ള വരാന്തയിൽ ഉദ്ദണ്ഡന്റെ ശിഷ്യന്മാർ ഒരു മരക്കസേര കൊണ്ടിട്ടു. കാഞ്ഞിരത്തിൽ തീർത്ത കസേരയെ അമ്മേ. ഇതിലിരുന്നാലും 2 മണിക്കൂറിനുള്ളിൽ ഗൗഡ സാബിന് സംസാരിക്കാനാവും, ഉദ്ദണ്ഡൻ അറിയിച്ചു. തിമ്മക്ക അതിലിരുന്നു. എത്രയായാലും ഇവന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. ഇവനെ കൈവയ്ക്കാൻ ചങ്കുറപ്പുള്ളത് ആർക്കാണെന്നറിയണം. തിമ്മക്ക ഒരു തീജ്വാലയായി. KGF SP ഓഫീസ്. നേരത്തെ ഉണ്ടായിരുന്ന SP ട്രാൻസ്ഫർ ആയപ്പോൾ DYSP ശേഷണ്ണയ്ക്കായിരുന്നു ഓഫീസ് ചാർജ്. ഇനി വരുന്നത് മഹിപാൽ യാദവ് IPS ആണെന്ന് അറിവ് കിട്ടിയത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു. അതും വളരെ രഹസ്യമായിട്ട്. അപ്പോൾ മുതൽ ശേഷണ്ണയ്ക്ക് ഇരിക്കപ്പുറതിയില്ലാതായി. ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ലെന്ന് അയാൾക്കറിയാം. യാദവ് ഇവിടേക്ക് വരുന്നതിൻ്റെ കാരണവും വ്യക്തമായി അറിയാം. എന്താ സാർ ഒരാലോചന? ചോദ്യം കേട്ട് ഞെട്ടിയതുപോലെ ശേഷണ്ണ തലതിരിച്ചു. മുന്നിൽ SI ഗുണ്ടപ്പ. അയാൾ അകത്തേക്ക് വന്നതുപോലും ശേഷണ്ണ അറിഞ്ഞിരുന്നില്ല. ഏയ് ഒന്നുമില്ല. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു.
മഹിപാൽ സാർ ഇന്ന് ചാർജ് എടുക്കുമായിരിക്കും അല്ലേ സാർ? ശേഷണ്ണയുടെ മുഖം വിളറി. എങ്കിലും അയാൾ തലയാട്ടി. അടുത്ത നിമിഷം SP ഓഫീസിന്റെ മുറ്റത്തേക്ക് ഒരു ജീപ്പ് ഇരമ്പിക്കയറി വന്നു. പോർച്ചിൽ അത് ബ്രേക്കിട്ടപ്പോൾ തന്നെ പുറത്തു പാറാവുകാരൻ്റെ ബൂട്ട്സ് ഉച്ചത്തിൽ പതിക്കുന്ന ഒച്ച. കാലൻ വന്നെന്ന് തോന്നുന്നു. പിറുപിറുത്തുകൊണ്ട് ശേഷണ്ണ ചാടി എഴുന്നേറ്റു. തിടുക്കത്തിൽ മേശപ്പുറത്തിരുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. അവിടേക്ക് വരുന്ന കനത്ത കാലച്ച കേട്ട് ശേഷണ്ണയും ഗുണ്ടപ്പയും വാതിൽക്കലേക്ക് നോക്കി. ഹാഫ് ഡോർ തുറക്കപ്പെട്ടു. കറുത്ത ടോം ഫോർഡ് പോളറൈസ്ഡ് റിവർ സൺഗ്ലാസ് അണിഞ്ഞ ജ്വലിക്കുന്ന മുഖം അവരുടെ കണ്ണിൽ തറഞ്ഞു. സർ, ശേഷണ്ണയും ഗുണ്ടപ്പയും ഒരേ നിമിഷം കൈവലിച്ച് സല്യൂട്ട് ചെയ്തു. SP മഹിപാൽ യാദവ് ഗൗരവത്തിൽ ക്യാബിനിലേക്ക് വന്നു. ശേഷണ്ണ, സർ, എനിക്കെന്തെങ്കിലും കുറവുണ്ടോന്ന് താനൊന്ന് നോക്കിക്കോടൂ. കുറവോ? അയാൾക്ക് മനസ്സിലായില്ല. അതെ, മഹിപാലിൻ്റെ ശബ്ദം മുറുകി. തൻ്റെ കൂടി മുന്നിൽ വെച്ചല്ലേ എൻ്റെ ഈ ശരീരം ഇടിച്ചു നുറുക്കപ്പെട്ടത്. ഇനിയൊരിക്കലും ഞാൻ തല പൊക്കില്ലെന്നും ഇഴയുകയേ ചെയ്യൂ എന്നും കരുതിയല്ലേ ജീവൻ ബാക്കി വെച്ചത്. ചോരയിൽ കുളിച്ചു കിടന്ന അന്നത്തെ ഞാൻ തന്നെയാണോ ഇതൊന്ന് നോക്കാനാ പറഞ്ഞത്? മുഖത്തേക്ക് ചൂടുടാർ തെറിച്ചു വീണ അനുഭവമായിരുന്നു ശേഷണ്ണയ്ക്ക്. അയാൾ വിളറിപ്പോയി. മഹിപാൽ യാദവ് മേശയെ ഒന്ന് വലം ചുറ്റിച്ചെന്ന് കസേരയിലിരുന്നു. പിന്നെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് മേശപ്പുറത്ത് വെച്ച് ഓൺ ചെയ്തു. അതിൽ എന്തോ സെർച്ച് ചെയ്തിട്ട് ശേഷണ്ണയ്ക്ക് അഭിമുഖമായി തിരിച്ചുവെച്ചു. നോക്ക്, ഓർക്കാനും ഓർമ്മിപ്പിക്കാനുമായി എല്ലാം ഇതിൽ തന്നെ ഭദ്രമായുണ്ട്. അതിൽ തെളിയുന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ ശേഷണ്ണയ്ക്ക് തല കറങ്ങി. SP-യുടെ കുടുംബത്തിൻ്റെ. മഹിപാൽ യാദവ് പോക്കറ്റിൽ നിന്ന് ഒരു ചുരുട്ടിൻ്റെ പെട്ടിയെടുത്തു. ഡച്ച് മാസ്റ്റേഴ്സ്. അതിൻ്റെ കവർ ഊരിയിട്ട് ഒരെണ്ണം ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. അപ്പോഴും കണ്ണുകൾ ശേഷണ്ണയുടെ മുഖത്തായിരുന്നു. ഈ ഫോട്ടോയിൽ കണ്ടവരെയൊക്കെ താൻ ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ അച്ഛൻ, അമ്മ, അനുജൻ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയണ്ടേ തനിക്ക്? കാട്ടിത്തരാം നേരിൽ. ചുരുട്ടിൽ നിന്ന് ഒരു കവിൾ പുക കൂടി വലിച്ചെടുത്തിട്ട് മഹിപാൽ യാദവ് എഴുന്നേറ്റു. മുഖത്ത് നിന്ന് ഗ്ലാസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. പിന്നെ മെല്ലെ ശേഷണ്ണയുടെ മുന്നിലെത്തി. ഗുണ്ടപ്പ അല്പം അകന്നു മാറി നിൽക്കുകയാണ്. നിന്റെ ദൈവങ്ങളുണ്ടല്ലോ, തിമ്മക്കയും രുദ്രേഷ് ഗൗഡയും കലിംഗറാവുവും അടങ്ങുന്ന സിൻഡിക്കേറ്റ്. അവർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? ശേഷണ്ണയുടെ ഉമിനീർ വറ്റി. ലീവ് ഇറ്റ്. അയാൾ DYSP-യുടെ തോളിൽ കൈവച്ചു. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന പോലീസ് ജീപ്പ് വർക്ക്ഷോപ്പിലാ. എന്തുപറ്റി സാർ? ശേഷണ്ണയുടെ ഒച്ച വിറച്ചു. അതേക്കുറിച്ച് ഈ ഓഫീസിൽ വ്യക്തമായി അറിയാവുന്ന ഒരാൾ നീ മാത്രമാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നിനക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് ചോദ്യവും നിന്നോട് മാത്രം. ആരായിരുന്നു അവർ? എന്നെ സ്വീകരിക്കാൻ വന്നവർ? സർ, ശേഷണ്ണയുടെ ഉടൽ വിറച്ചു. നേരെ ചോദിച്ചാൽ നീ സത്യം പറയില്ലെന്നറിയാം. ഞൊടിയിടയിൽ മഹിപാൽ യാദവ് അരയിലെ തുകലുറയിൽ നിന്ന് സർവീസ് റിവോൾവർ വലിച്ചെടുത്ത് ശേഷണ്ണയുടെ നെറ്റിയിൽ കുത്തി. ചാവിൻ്റെ തണുപ്പുള്ള ഒരു ശബ്ദവും ശേഷണ്ണ കേട്ടു. കൊല്ലാൻ മാത്രമാ ഞാൻ വന്നിരിക്കുന്നത്. അത് ആരായാലും. അടുത്ത ഭാഗം നാളെ.